ഞാനൊരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് സർവൈവറാണ്. എനിക്കത് വീട്ടിൽ പറയാൻ പറ്റിയത് എൻ്റെ 20കൾക്ക് ശേഷം അല്ലെ 30കളിലാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ നൈബർ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നൈബർ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 5 വയസ്സിലോ 6 വയസ്സിലോ ഒക്കെ ഇയാൾ എന്നോട് പറയണത്, ഞാൻ എന്നെ ഇങ്ങനെ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആരോടെങ്കിലും പറഞ്ഞാൽ നിൻ്റെ ഫാദറിനെ കൊല്ലും. ഒരു ബാച്ചിലർ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഓൺലൈൻ സൈറ്റിൽ കയറി എനിക്കൊരു സെക്സ് ടോയ് ഓർഡർ ചെയ്യാൻ പേടിയാണ്. കോണ്ടം മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് അത് പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള കുറേയധികം ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടാവും. ഈ 2025 ഉണ്ടാവും. സെക്സ് ടോയ്സ് അവൈലബിൾ ആണോ നമ്മളുടെ രാജ്യത്ത്? ഇല്ല, കടകളില്ല. ഇറ്റ്സ് ലൈസൻസ് അല്ല. ഈവൻ പ്രൊഫഷണൽ സെക്സ് വർക്ക് എന്നുള്ള ഒരു കാര്യം അത് പ്രൊഫഷണൽ ലീഗൽ അല്ല. പാർട്ട്ണർ ഉണ്ടായി എന്ന് വെച്ച് സെക്ഷുവൽ കംപ്ലീഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ, സെക്ഷുവൽ ഹാപ്പിനെസ് ഉണ്ടാവണം നിർബന്ധമില്ല. 55-60 മേ ബി ആ ഏജ് റേഞ്ചിലുള്ള സ്ത്രീകൾ വന്നിട്ട്, മാഡം ഇതുവരെ ഞാൻ ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ ഇനിയും എന്ത് ചെയ്യും? യു ഹാവ് ടു ലേൺ ടു മാസ്റ്റർബേറ്റ്, യു ഹാവ് ടു ലേൺ ടു യൂസ് എ സെക്സ് ടോയ്. ഇപ്പോൾ കഴിഞ്ഞ മാസമല്ലേ ഈ 3 വയസ്സുള്ള 4 വയസ്സുള്ള ഒരു നഴ്സറിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ അമ്മ നദിയിലേക്ക് വലിച്ചെറിയുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടും ചിലപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും കഴിഞ്ഞ് ആ കുട്ടി എന്തുകൊണ്ട് അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞില്ല എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പോഴും ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും അബ്യൂസ് നേരിടേണ്ടി വരുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ടായിരിക്കും അച്ഛനോടും അമ്മയോടും തുറന്ന് പറയാൻ പറ്റാത്തൊരു മാനസിക നിലയിലേക്ക് എത്തിപ്പെടുന്നത്. നമ്മൾ ഒരുപാട് കേസസ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ബൈ ഓൺ ബയോളജിക്കൽ ഫാദർ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. 50 വയസ്സും 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ഈ 3-4 വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞുങ്ങളോട് ഈ സെക്ഷൽ അർജി വരാനുള്ള അവരുടെ ഒരു മനോനില എന്തായിരിക്കാം? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ റൂമിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഇവൻ്റെ അച്ഛൻ കണ്ട് ജനലിലിരുന്ന്. അപ്പോൾ അച്ഛനത് കണ്ടിട്ട് പ്രൊവോക്ഡായിട്ട് ഇവനെ വന്ന് ഒത്തിരി തല്ലിയിട്ടുണ്ട്. ഞാൻ എൻ്റെ 30 വയസ്സുള്ള ഒരു പെൺ സുഹൃത്തിനോട് മാസ്റ്റർബേഷൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ ഇതുവരെ മാസ്റ്റർബേറ്റ് ചെയ്യാത്ത പെൺകുട്ടികളുണ്ട്. ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് മാസ്റ്റർബേഷൻ പഠിപ്പിക്കുന്നത്? ലോങ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും അവർ വജൈനലാണ്. അപ്പം അന്ന് ഈ വള ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ടിട്ടുണ്ട് പഴയ. ആ സ്റ്റാൻഡിൻ്റെ ആ പീസ് എടുത്തിട്ട് വരെ അവർ ഇൻസേർട്ട് ചെയ്യും, ഉള്ളിൽ പോയിട്ട് സ്റ്റക്കായി. അങ്ങനെ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. പല ആളുകളുമായി ഓറൽ സെക്സ് ചെയ്യുന്നത് അത് എത്രമാത്രം സേഫാണ്? ഈ സ്പേം ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്, അതുകൊണ്ട് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് നല്ലതാണെന്ന് ഉള്ളൊരു മിത്തുണ്ട്. അത് മിത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം ആരോഗ്യകരമാണ്? വയാഗ്ര പോലുള്ള ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സെക്സിലേക്ക് കിടക്കുന്നത്. ഈ പ്രാക്ടീസ് പിന്നീട് പിൽക്കാലത്ത് ഒരു പുരുഷൻ്റെ ഈ ഇറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? ക്ലീറ്റോറൽ സ്റ്റിമുലേഷനിലാണ് ഫീമെയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗാസം കിട്ടുക. ഫീമെയിൽ ഡയറക്ടേഴ്സ് ചെയ്യുന്ന പോൺ സൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് വല്ലപ്പോഴെങ്കിലും കാണുക. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എനിക്ക് സ്നേഹം വേണം, എനിക്ക് സെക്സ് വേണം എന്നൊക്കെ സ്ത്രീകൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഈ ലസ്റ്റ്, അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ, ഫാൻറ്റസീസ് ഒക്കെ പുരുഷന്മാരുടേത് മാത്രമാണെന്നാണ് കുറച്ച് നാൾ മുന്നുവരെയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നത്. അപ്പോൾ സ്ത്രീകൾ ഇതുപോലെ അവരുടെ സെക്ഷൽ ഫാൻറ്റസീസ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, മാസ്റ്റർബേറ്റ് ചെയ്ത് തുടങ്ങിയതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇതിനൊക്കെ കുറേയധികം മാറ്റങ്ങൾ ഇനിയെങ്കിലും നമ്മളിവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കുറച്ചൊക്കെ മാറ്റങ്ങളായിട്ടുണ്ട്. പക്ഷേ ഐ ഹാവ് സംവൺ വെരി സ്പെഷ്യൽ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മളുടെ കുറേയൊക്കെ മിത്തുകളൊക്കെ ചിലപ്പോൾ പൊളിച്ചടക്കാൻ ചിലപ്പോൾ പുള്ളിക്കാരുടെ ടോക്കിന് ചിലപ്പോൾ സാധിച്ചേക്കാം. ഐ ഹാവ് ഡോക്ടർ ജാസ്മിൻ, സൈക്കാട്രിക് സോഷ്യൽ കൺസൾട്ടൻറ്റ്. ഞാനൊരു ബാച്ചിലറാണ്. നമ്മളിവിടെ എത്രയൊക്കെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറേ തോട്ടുകൾ വരുന്നുണ്ട്, സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമെന്നുണ്ടെങ്കിലും ഞാനൊരു ബാച്ചിലർ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഓൺലൈൻ സൈറ്റിൽ കയറി എനിക്കൊരു സെക്സ് ടോയ് ഓർഡർ ചെയ്യാൻ പേടിയാണ്. ചിലപ്പോൾ അതെൻ്റെ പാരൻസ് കണ്ടു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ചാലോ അല്ലെങ്കിൽ എന്നെ വേറൊരു രീതിയിൽ കണ്ടാലോ എന്നൊക്കെ എനിക്കിപ്പോഴും പേടിയാണ്. ഇവിടെയുള്ള കുറേയധികം ചെറുപ്പക്കാരെങ്കിലും
കോണ്ടം മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് അത് പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള കുറേയധികം ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടാവും, ഈ 2025 ഉണ്ടാവും. ഇത്തരം ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇത്തരം ഈ സെക്ഷലി ഉള്ള കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ നമ്മൾ എന്നെ പോലുള്ള ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്? ഞാൻ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രിപ്പിൽ പോവുകയാണെങ്കിൽ ട്രിപ്പിൻ്റെ ഇടയിൽ കയറുമ്പം ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടാണ് നിങ്ങൾ മുമ്പേ പറഞ്ഞ ഈ സെക്സ് ടോയ് ഓർഡർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആപ്രിഹെൻഷൻ, അല്ലെങ്കിൽ ഒരു കോണ്ടം വാങ്ങണം എന്ന് തോന്നുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. നമ്മൾ ആ ജേർണിയിൽ തുടക്കത്തിൽ മുതൽ തന്നെ കയറി പോകേണ്ട ആൾക്കാരാണ്. എന്തുകൊണ്ടോ നമ്മുടെ സൊസൈറ്റിയിൽ വണ്ടികൾ പോകുന്നുണ്ട്, പക്ഷേ അതെ, അപ്പൊ തുടക്കം എവിടുന്ന് എങ്ങനെയെന്നുള്ളത് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നൗ വെൻ യു ആർ ഇൻ യുവർ 20s ആൻഡ് trying to do things, അന്നേരമല്ല തുടങ്ങേണ്ടത്. സോ അത് നിങ്ങളുമല്ല, അല്ലെങ്കിൽ ഒരു ടീനിലിരിക്കുന്ന ഒരാൾ, 20-ലിരിക്കുന്ന ഒരാളല്ല തുടങ്ങേണ്ടത്. അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പേരൻറ്റിങ്ങിനൊരു റോളുണ്ട്, സൊസൈറ്റിക്കൊരു റോളുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങളെങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്നു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തി, നമ്മുടെ മുൻപുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസസും അല്ലെങ്കിൽ മുൻപുണ്ടായിരിക്കുന്ന അരുതുകൾ, ഇങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാവൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്താലേ ഈ ഒരു കാര്യത്തിലേക്ക് ഈസിനെസ്സിൽ വരുള്ളൂ. ഓക്കെ, അതെവിടെ നിന്ന് തുടങ്ങേണ്ടത്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണോ സ്കൂളിൽ നിന്നാണോ? രണ്ടിടത്തുനിന്നും. സൊസൈറ്റിന്ന് ഞാൻ പറയും, അതൊരു സോഷ്യൽ ലേണിംഗ് ആണ്. ഇപ്പം നമ്മൾ സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ പറയുക, ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഫാമിലിയിലാണ്. ഫാമിലിയിൽ മാത്രമല്ല, സൊസൈറ്റിയിലാണ്. അപ്പം ഇത് എല്ലാം തന്നെ ആ പോയിന്റിൽ ഇപ്പം സോഷ്യൽ റിഫോർമേഷൻ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ നടക്കുന്ന കാര്യങ്ങൾ മേ ബി അനദർ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പം ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഉണ്ടാവില്ല. സോ നമ്മളുടെ ആ ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ സോഷ്യലി അസ്ക്രൈബ്ഡ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഉണ്ട്. സെക്സ് പറയാനേ പാടില്ല, നമുക്ക് നമ്മുടെ ഒരു ബോഡി പാർട്ടിനെ കുറിച്ച് പറയാനേ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ ഫസ്റ്റ് ലവ് ആരുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഈ അരുതുകളൊക്കെ കുറയുകയും, മേ ബി സൊസൈറ്റി ആയിട്ട് കുറയ്ക്കില്ലായിരിക്കാം. കാരണം ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം എന്താ പറയുക, അതൊരു പ്രോസസ്സാണ്. ഈ പഴയതല്ലെങ്കിൽ അവർ കണ്ട് ശീലിച്ച കാര്യങ്ങൾ മാറുമ്പം അതിനെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരും നമ്മൾക്കിടയിലുണ്ട്. അപ്പം അതുകൊണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് പാടാണ്. സോ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഈ അരുതുകളെ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുക, ആ ബ്രേക്കിങ്ങിലാണ് തുടങ്ങേണ്ടത്. സെക്സ് ടോയ്സ് അവൈലബിൾ ആണോ നമ്മളുടെ രാജ്യത്ത്? കടകളില്ല, ഇറ്റ്സ് ലൈസൻസ് അല്ല. ഈവൻ പ്രൊഫഷണൽ സെക്സ് വർക്ക് എന്നുള്ള ഒരു കാര്യം, അത് ലീഗൽ അല്ല. അതിൻ്റെ ലീഗാലിറ്റി വേണമെന്ന് ഒരുപാട് ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ നമുക്ക് ഓരോ ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും അല്ലെ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും നമുക്ക് സോൺസ് ഉണ്ട്. പക്ഷേ അതൊന്നും ലീഗലല്ല. എന്നാൽ ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ലീഗാലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ, സോഷ്യൽ ലേണിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. ബട്ട് വാട്ട് ക്യാൻ യു ഡു എന്നുള്ളത് ഞാൻ പറയുക, റെസ്പോൺസിബിളായിട്ട് നിങ്ങളുടെ ഈ ഒരു മിസ്കൺസെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞില്ല, ഇപ്പോൾ സെക്സ് ടോയ്സ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ കൊച്ചി പോലുള്ള നഗരത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉണ്ട് ഒരു ഷോപ്പ്, ഒരൊറ്റ ഷോപ്പ് എന്തോ ഉണ്ട്. അതല്ലാതെ അതെനിക്ക് ധാരണയില്ല, എനിക്കറിയില്ല. നമുക്ക് ഷോപ്പ്, നിങ്ങളൊരിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, സെക്സ് ടോയ്സിന്റെ ഷോപ്പ് തുറക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ
നമ്മൾ ചെയ്തിരുന്നത്. മേ ബി അന്ന് നമ്മൾ ചെയ്തപ്പം അതിനുള്ള ലീഗാലിറ്റി കുറേ പ്രോബ്ലം ആയിരുന്നു. ഇപ്പം ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാകാം, ലീഗൽ ലോസ് മാറിയിട്ടുണ്ടാകാം, എനിക്കറിയില്ല. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ബീങ് എ ബാച്ചിലർ, അതായത് എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന സമയത്തൊക്കെ എനിക്കൊരു പാർട്ട്ണർ ഇല്ല, അപ്പോഴൊക്കെ എനിക്ക് എളുപ്പവും ഏറ്റവും സേഫും അതാണല്ലോ. പാർട്ട്ണർ ഉണ്ടായി എന്ന് വെച്ച് സെക്ഷുവൽ കംപ്ലീഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ, സെക്ഷുവൽ ഹാപ്പിനെസ് ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പം ഞാൻ തെറപ്പി അല്ലെ, ഇപ്പം കപ്പിൾ തെറപ്പി ആണെങ്കിലും ഇൻഡിവിജ്വൽ തെറപ്പിയിലാണെങ്കിലും മക്കളുള്ള പ്രായമുള്ള സ്ത്രീകൾ ഇപ്പോഴും വന്നിട്ട്, അല്ലെ ഒരു 50 വയസ്സ് 55 വയസ്സ് 60 വയസ്സുള്ള കഴിഞ്ഞ ആഴ്ചയും എനിക്കൊരു 2-3 ക്ലയൻസ് ഉണ്ടായിരുന്നു. 55 55-60 മേ ബി ആ ഏജ് റേഞ്ചിലുള്ള സ്ത്രീകൾ വന്നിട്ട്, മാഡം ഇതുവരെ ഞാൻ ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ ഇനിയും എന്ത് ചെയ്യും, എൻ്റെ ലൈഫ്. ഓഫ് കോഴ്സ് മെനപ്പോസലായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത്, മെനപ്പോസ് കഴിഞ്ഞവരുണ്ടാവാം, പക്ഷെ അല്ലെങ്കിൽ ഒരു 40-50 ഇയേഴ്സ് ഒക്കെ ഉള്ള സ്ത്രീകൾ ഇപ്പോഴും വന്നിട്ട് പറയാറുണ്ട്. അപ്പം വെൻ യു ആർ സേയിങ് യു ഹാവ് ടു ലേൺ ടു മാസ്റ്റർബേറ്റ്, യു ഹാവ് ടു ലേൺ ടു യൂസ് എ സെക്സ് ടോയ്. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം സെൽഫ് സ്റ്റിമുലേഷൻ, സെൽഫ് പ്ലഷർ എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ഹാവ് എ പാർട്ട്ണർ, ഓഫ് കോഴ്സ് അവിടെ കൺസെൻറ്റ്, ആ പാർട്ട്ണറിനോട് സംസാരിക്കുന്നത് മുതൽ ആ പാർട്ട്ണറിൻ്റെ കംഫർട്ട്, കൺസെൻറ്റ്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഒപ്പം തന്നെ അത് മ്യൂച്വലി ആണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കൊരു നീഡുണ്ട്, എനിക്കൊരു വിഷ് ഉണ്ട്, എനിക്ക് ഒരു വേ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് എൻ്റെ പാർട്ട്ണറിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ജോലിയും എനിക്കുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു സെക്ഷൽ എൻകൗണ്ടറിലൊന്നും ആ രീതിയിലേക്ക് എത്തണം എന്നില്ല. ഇറ്റ് ക്യാൻ ടേക്ക് ടൈം. അവിടെയാണ് നമ്മൾ ഡേറ്റിംഗ് പഠിക്കേണ്ടത്. നമുക്ക് ഡേറ്റിംഗ് ചെയ്യാൻ അറിയില്ല. ഞാൻ പറയും, മര്യാദയ്ക്കൊന്ന് ഹഗ് ചെയ്യാൻ പോലും ഒരു മലയാളിക്ക് അറിയില്ല. Do you, okay, of course you may know to hug. How do you think, or are you thinking the comfort of the other person whom you are hugging? എൻ്റെ ഒരു ഗേൾ, ഐ തിങ്ക് ഷീ ഈസ് ജസ്റ്റ് 20. അവരിൽ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പറഞ്ഞതാണ്, എൻ്റെ അമ്മയൊക്കെ നോക്കി നിന്നു. അപ്പം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാൾ എന്നെ, ആ വ്യക്തി, അത് ഇവരുടെ ഒരു ഫാമിലി മെമ്പറാണ്, ഓഫ് കോഴ്സ്, അയാൾ എന്നെ തൊട്ട രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം ഇവരാരും സമ്മതിക്കുന്നില്ല, ഈ ചുറ്റിനും നിൽക്കുന്നവർ. കാരണം അവർ നോക്കുമ്പം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഹഗ് ചെയ്തു പോയി. പക്ഷേ ഹഗ് ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക്? അത് ഒരു എന്താ പറയുക, ഇത് എവിടുന്ന് എങ്ങനെ പഠിക്കുന്നു? സോ ഡേറ്റിംഗ് എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത്, അവരോട് ഇടപെടേണ്ടത്, ഈ സംസാരിച്ച് ഇടപെട്ട് കഴിഞ്ഞാണ് ടച്ചിലേക്ക് വരിക. എങ്ങനെയാണ് കംഫർട്ടബിൾ ടച്ച് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് കംഫർട്ടബിൾ ഹഗ്ഗിങ് വരേണ്ടത്, ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. മേ ബി ഫിനിഷിംഗ് സ്കൂൾസ് പോലെ നമുക്ക് ഡേറ്റിംഗ് സ്പേസസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. റൈറ്റ്. അതിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, അതായത് ഈ ചില സമയത്തേ, ഇപ്പോൾ കഴിഞ്ഞ മാസമല്ലേ ഈ 3 വയസ്സുള്ള 4 വയസ്സുള്ള ഒരു നഴ്സറിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ അമ്മ നദിയിലേക്ക് വലിച്ചെറിയുന്നത്. അപ്പോൾ അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി പലതവണ നിരന്തരമായി പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോട് ഇതുപോലെ തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ആ കുട്ടി നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടും ചിലപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും കഴിഞ്ഞ് ആ കുട്ടി എന്തുകൊണ്ട് അച്ഛനോടും അമ്മയോടും തുറന്ന് പറഞ്ഞില്ല എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പോഴും ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും അബ്യൂസ് നേരിടേണ്ടി വരുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ടായിരിക്കും അച്ഛനോടും അമ്മയോടും തുറന്ന് പറയാൻ പറ്റാത്തൊരു മാനസിക നിലയിലേക്ക് എത്തിപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും അബ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ അബ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ പറയണമെന്നും അതെങ്ങനെയാണ് കുട്ടികൾ നമ്മൾ മെൻ്റലി അവരെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതൊരു വലിയ ഏരിയയാണ്. 2-3 തരത്തിലുള്ള റെസ്പോൺസ്, 2-3 റെസ്പോൺസസ് ഞാൻ പറയാം. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോഡിയെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കംഫർട്ട്, നമ്മൾ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അങ്ങനെ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളത് കംഫർട്ടബിൾ ഓർ നോട്ട് കംഫർട്ടബിൾ ടച്ചസ് എന്ന് വരാം. പക്ഷേ അതും ചിലപ്പം ഒരു ചൈൽഡിന് ഗുഡ് അല്ലാത്തത് അല്ലെങ്കിൽ ചില ടച്ച് കംഫർട്ടബിൾ ആകാം, പക്ഷെ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്.
സോ ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് ആൻഡ് അപ്രോപ്രിയേറ്റ് ടച്ച് ഉണ്ട്, കംഫർട്ടബിൾ ആൻഡ് നോൺ കംഫർട്ടബിൾ ഉണ്ട്, ഗുഡ് ആൻഡ് ബാഡ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു കുട്ടിക്ക് അറിയണം എന്നില്ല. അപ്പം ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടച്ച് കുട്ടി അത് കംഫർട്ടബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ കുട്ടി അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യില്ല. റൈറ്റ്. ഇപ്പം നമ്മൾ ഈ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ, സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സോ വി ഹാവ് ദിസ് ബോഡി ആസ് എ ട്രയാങ്കിൾ. ഈ ഒരു ഭാഗം അത് ടു എ ബോയ് ഓർ എ ഗേൾ ഓർ എനി പേഴ്സൺ, എനി ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാം, ഈ ഒരു പോർഷൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് നിങ്ങളുടെ അനുവാദം അല്ലെങ്കിൽ നിങ്ങൾ വേറെ അതായത് നിങ്ങൾക്കൊരു അഡൽട്ടിൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അമ്മയുടെ പ്രസൻസ് ഇല്ലാതെ ആരും ഈ ഭാഗത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും ടച്ച് ചെയ്താൽ അമ്മയോട് പറയുക എന്നുള്ളത്. സോ ഈ ഒരു ട്രയാങ്കിൾ ഓഫ് കോഴ്സ് ഇൻക്ലൂഡിങ് അവർ ബ്രസ്റ്റ്, അവർ വാജനൽ ഓർ പിന്നസ് ഏരിയ ആൻഡ് ബാക്ക് ഓൾസോ, ദ ബം ആൻഡ് ദ ബാക്ക് വരെ. ഇത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഹൗവർ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട്, ഇപ്പോൾ ഒരു ചൈൽഡിനെ, അതൊരു ബോയ് ആയാലും ഗേളിനെ ആയാലും കംഫർട്ടബിൾ ആക്കിയിട്ട് ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഈ സെക്ഷൽ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് ഒരേ ഏജിലുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്താൽ അവർക്കതൊരു പക്ഷേ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ആ സമയത്ത് ഫീൽ ചെയ്യില്ല. സെക്ഷൽ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേയ് ലുക്ക് അറ്റ് മൈ ദിസ് പ്ലേസ്, അല്ലെങ്കിൽ ഓ യു ക്യാൻ ലുക്ക് അറ്റ് ഹിയർ, ടച്ച് എന്നൊക്കെ പറയാൻ ഗെയിം കളികളുടെ ഇടയിലൊക്കെ അങ്ങനെ വരാം. അഡൽട്ട് വരുമ്പോൾ ഒരു അഡൽട്ട് എനി അഡൽട്ട് അതർ ദാൻ മദർ അവിടെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളത്. എനി അതർ അഡൽട്ട് അതർ ദാൻ മദർ ആൻഡ് ഫാദർ, അമ്മയോ അച്ഛനോ അല്ലാതെ, അമ്മയുടെയോ അച്ഛൻ്റെയോ സാന്നിധ്യമില്ലാതെ നമുക്കവിടെ വേറെ ഒരു അഡൽട്ടിനെയും സമ്മതിക്കാൻ പാടില്ല. ആകെ അവിടെ സമ്മതം വരുന്നത് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ്റെ സമയത്ത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ പോലും മദർ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ മദർ പറയാൻ കാരണം നമ്മൾ ഒരുപാട് കേസസ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ബൈ ഓൺ ബയോളജിക്കൽ ഫാദർ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം അത് കേരളത്തിലായാലും കേരളത്തിൻ്റെ പുറത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോഴായിരുന്നെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണാൻ തുടങ്ങിയിടത്താണ് നമ്മൾ ഫാദറിൻ്റെ പ്രസൻസ് മാത്രം പോരാ, ഫാദറിൻ്റെ ടച്ച് മാത്രം പോരാ എന്നുള്ളത്. അത് എല്ലാവരും ജനറലൈസ് ചെയ്യുകയല്ല, ബട്ട് ദെയർ ഹാസ് ബീൻ കേസസ്. സോ ജനറലി പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ ഇതാണ് നമ്മൾ ഈ ഒരു ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, കംഫർട്ടബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. നൗ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഫാമിലി മെമ്പർ വളരെ നൈസായിട്ട് കുട്ടികളോട് സംസാരിച്ചിട്ട് നമ്മൾ ഇപ്പം സെയിം ഏജ് എക്സ്പ്ലോറേഷൻസ് എന്നൊക്കെ ഉള്ളത് ഒരാളുടെ വയസ്സ് പ്ലസ് 3.5 to 4 മൈനസ് 3.5 to 4 തമ്മിലുള്ള എക്സ്പ്ലോറേഷൻസ് നമ്മൾ ഓക്കെ ആയിട്ട് കാണാവുന്നതാണ്. ലീഗലി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഇപ്പോൾ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു 12, 13, 14 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ടുള്ള, അല്ലെങ്കിൽ 10 വയസ്സ് ആൻഡ് 6 വയസ്സ്. സോ നമ്മൾ കാണുന്ന ഏജ് ഒരു ഏജിൻ്റെ പ്ലസ് ഓർ മൈനസ് 3 to 4 വരെ ഉള്ളത് എക്സ്പ്ലോറേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാകാം. പക്ഷെ പോക്സോയിൽ നോക്കുമ്പോൾ അതിനും കുറേ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹൗവർ ഈ എക്സ്പ്ലോറേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ളത് പിന്നെയും നമുക്ക് അക്സെപ്റ്റബിൾ ആകാം, കാരണം അവിടെ ഒരുപാട് ഭയപ്പെടുത്തലുകൾ, ത്രെഡ്സ് വരുന്നില്ല. നൗ അഡൽട്സ് വരുമ്പം ത്രെഡ്സും വരാം, അല്ലെങ്കിൽ അതിൻ്റെ വളരെ ഓപ്പോസിറ്റായിട്ട് എന്താ പറയുക, കംഫർട്ടായിട്ട് ആക്കിയിട്ട് കുട്ടികൾക്ക് അത് അൺപ്ലസൻ്റ് ആയിട്ട് തോന്നാത്ത രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടാകാം. അതിന് സാധിക്കുക വീടുകൾക്കുള്ളിലാണ്. നമ്മളുടെ നാട്ടിൽ ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ ചെറുപ്പകാലത്തിൽ അത് പറയാൻ പറ്റാതെ അഡൽട്ട് ലൈഫിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല എന്താ പറയുക, ഈ ചൈൽഡ് സെക്ഷൽ എക്സ്പീരിയൻസസ് ഇല്ലാത്ത
അല്ലെ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തി ഇല്ലാത്ത സ്ഥലങ്ങളോ സമൂഹങ്ങളോ വില്ലേജുകളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് സർവൈവറാണ്. എനിക്കത് വീട്ടിൽ പറയാൻ പറ്റിയത് എൻ്റെ 20കൾക്ക് ശേഷം അല്ലെ 30കളിലാണ്. അപ്പം ഞാൻ തന്നെ എന്നോട് ചോദിക്കാം, ഞാനിങ്ങനെ ഒരുപാട് തിയറീസ് വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വൈ എ ചൈൽഡ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ടു ദ പേരൻറ്റ്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ തിയററ്റിക്കലി ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടി പേരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉള്ളത് പേരൻസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറയാൻ സാധിക്കില്ല. നമ്പർ 1. നമ്പർ 2, ചൈൽഡിനൊരു ലാംഗ്വേജ് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പം നമ്മളൊരു കുട്ടീനെ ഈ ബോഡി പാർട്സ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ബോഡി പാർട്സിൽ തൊടുന്നത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടച്ചസ് പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്പർ 3, ഈ ത്രെഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അഡൽട്സിൻ്റെ സൈഡിൽ നിന്നുള്ള ത്രെഡ്, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ നൈബർ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നൈബർ. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ 5 വയസ്സിലോ 6 വയസ്സിലോ ഒക്കെ ഇയാൾ എന്നോട് പറയണത്, ഇതാരും ഞാൻ എന്നെ ഇങ്ങനെ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആരോടെങ്കിലും പറഞ്ഞാൽ നിൻ്റെ ഫാദറിനെ കൊല്ലും. എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് അവരെ കൊല്ലുമെന്നാണ് പറയണത്. ഞാൻ ആ സ്ഥലത്തുകൂടെ ഓരോ തവണ പോകുമ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് പറയണമെന്ന്. പക്ഷെ എനിക്ക് ഈ ഫിയറുമുണ്ട്. സോ ഞാൻ ഇപ്പോഴും തിയറിറ്റിക്കലി ഞാൻ ആസ് എ പ്രൊഫഷണൽ ഞാൻ ആ തിയറി നോക്കുമ്പോൾ അവിടെ ഈ ഒരു ത്രെട്ട് ആൻഡ് ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. ത്രെട്ട് ഫ്രം സംവൺ, ട്രസ്റ്റ് ഓൺ സംവൺ. അതിൽ ഏതാണ് ജയിച്ചിരിക്കുന്നത്? ഇഫ് ദ ത്രെട്ട് ഇസ് സക്സീഡിങ്, ആ ട്രസ്റ്റ് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ മേ ബി ദ ചൈൽഡ് വിൽ ബി ബിഹേവിങ് ആസ് പെർ ദ ത്രെറ്റ് റെസ്പോൺസ്. ഈ ഒരു കാര്യം ഞാൻ പുസ്തകമൊക്കെ എഴുതണം എന്നുള്ള ആലോചനകളുണ്ട്. സോ അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ കാര്യമാണ് ഈ ഒരു ത്രെറ്റ് ആൻഡ് ട്രസ്റ്റ് എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ. സോ ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്തുകൊണ്ടൊരു കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. പല ആൾക്കാരും മുതിർന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് തെറപ്പിക്ക് വരുമ്പോൾ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പ്രസൻറ്റ് ഇഷ്യൂയിലായിരിക്കും പലപ്പോഴും തെറപ്പിയിൽ വരുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക്, എനിക്കൊരു പെർസെൻറ്റേജ് പറയാൻ പറ്റുന്നില്ല, പെർസെൻറ്റേജ് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് എന്നുള്ളൊരു ലെവലിലാകാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഐ വുഡ് സേ മെജോറിറ്റി ഓഫ് ദം ഹാവ് ഹാഡ് സംതിങ് ടു ഡു വിത്ത് ദെയർ ചൈൽഡ്ഹുഡ് സെക്ഷൽ എക്സ്പീരിയൻസസ്. അപ്പം അത് അവരുടെ സെക്ഷുവാലിറ്റീനെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രസൻറ്റിലുള്ള അഡൽട്ടിലുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അഡൽട്ടിൽ അവർക്ക് അതിനെ ഒന്ന് ഡീല് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. സോ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ കുട്ടികളുടെ സേഫ്റ്റി അല്ലെങ്കിൽ ചൈൽഡ് സെക്ഷുവൽ സേഫ്റ്റി എന്നുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളോട് ഒരു പേരൻ്റ് ഇപ്പം കളിക്കുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ഒരു TV ആഡ് കാണുമ്പോഴാണെങ്കിലും ഒരു ഗെയിം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ആസ് എ പേരൻറ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫ്രം എ യങ് ഏജ് അതൊരു റെഗുലർ ആയിട്ടുള്ള കാര്യമായിട്ട് തുടർന്നു കൊണ്ട് പോവുക എന്നുള്ളതാണ്. അവരുടെ സോഷ്യൽ പ്രാക്ടീസസിനനുസരിച്ച് ഒരു ബോയ് ആണെങ്കിൽ ബോയിയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഒരു ഗേളിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പം അത് ഒരു ഗേളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ മെൻസസ് പീരീഡ്സ് മെൻസ്ട്രേഷൻ മെനാർക്കി തുടങ്ങുന്നതിന് മുൻപ് ഗേളിൽ കുറേ ചേഞ്ചസ് ഉണ്ടാകും. പ്യൂബർട്ടൽ ഹെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അതുപോലുള്ള പ്യൂബിക് ഹെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്കിലും പറഞ്ഞു തുടങ്ങണം. അതിലും വളരെ ചെറുപ്പത്തിലേ തുടങ്ങേണ്ടതാണ്. 2.5-3 വയസ്സ് മുതൽ ഒരു കുട്ടിക്ക് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്നത് മുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ ടേംസ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, അതായത് ചിലപ്പോൾ സെയിം ഏജ് ഉള്ള ആൾക്കാരായിരിക്കില്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ പ്രായപൂർത്തിയായി അറിവും പക്വതയൊക്കെ ഉള്ളൊരു ആഫ്റ്റർ 20s നിൽക്കുന്ന ഒരാൾക്കാർക്ക്, അല്ലെങ്കിൽ 50 വയസ്സും 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ഈ 3-4 വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞുങ്ങളോട് ഈ സെക്ഷൽ അർജി വരാനുള്ള അവരുടെ ഒരു മനോനില എന്തായിരിക്കാം? പിഡോഫൈൽസ് ആയിട്ടുള്ളത് ആൾക്കാർ ഉണ്ടാവാം നമ്മുടെ സമൂഹത്തിൽ. പിഡോഫിലിയ എന്നുള്ളതൊരു സെക്ഷൽ
ഡൈവേർഷൻ എന്നുള്ള എന്താ പറയുക ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ ബിഹേവിയറിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. നൗ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയധികം പിഡോഫൈൽസോ? അങ്ങനെ നോക്കുമ്പം ഈ സെക്ഷുവാലിറ്റീനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരുടെ സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ അവരുടെ ഈക്വലായിട്ടുള്ള സ്ഥലത്തുനിന്ന് പറ്റുന്നുണ്ടാവില്ല. അവിടെ ഇവർക്ക് പവർ ഉപയോഗിക്കാൻ പറ്റുന്നത് കുട്ടികളിലാണ്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് പവർ ഡൈനമിക്സ് ഇൻ ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസിൻ്റെ കോണ്ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഡേറ്റിംഗ് ചെയ്യണമെങ്കിൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരോട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കണം. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇപ്പം നമ്മളെ ഒരു മെയിലിനെ അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ മറ്റൊരാൾ ചൂസ് ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ള ജെൻഡറിലുള്ള അവർക്ക് പറ്റുന്ന അവരുടെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ആൾക്കാർ ചൂസ് ചെയ്ത് അവരെ എൻറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അവരെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കുറേ പണിയെടുക്കണം. അതിലും എളുപ്പമായിരിക്കും ഒരുപക്ഷെ ഇവർ കരുതുന്നുണ്ടാവുക പവർ കാണിച്ചാൽ. ഈ കുട്ടിയുടെ അടുത്ത് പവർ അല്ലെ വളരെ യങ്ങറായിട്ടുള്ള ഒരു 5 വയസ്സിൽ കൂടുതൽ വ്യത്യാസം വരുന്നിടത്ത് ആ ഏജിൻ്റെ തന്നെ പവറുണ്ട്, സൈസിൻ്റെ പവറുണ്ട്. ഒരു 5 വയസ്സുള്ള കുട്ടിയും ഒരു 20 വയസ്സല്ലെ 30 വയസ്സുള്ള ആളെന്ന് പറയുമ്പം സൈസിൻ്റെ പവറുണ്ട്. ഫിയർ ഫാക്ടേഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടാം. നൗ സെക്ഷുവാലിറ്റിയിൽ സെക്ഷൽ എക്സ്പീരിയൻസസ് ഉണ്ട്, നമ്മുടെ സെക്ഷൽ എക്സ്പ്രഷൻസ് ഉണ്ട്. സോ എങ്ങനെയാണ് നിങ്ങളുടെ സെക്ഷൽ എക്സ്പീരിയൻസ് നിൽക്കുന്നത്? നിങ്ങളുടെ സെക്ഷൽ എക്സ്പ്രഷൻ എങ്ങനെ വേണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡു യു വോണ്ട് ടു ഹാവ് എ ബ്യൂട്ടിഫുൾ സെക്ഷൽ എക്സ്പീരിയൻസ്? ഡു യു വോണ്ട് ടു എക്സ്പ്രസ് യുവർ സെക്ഷുവാലിറ്റി ഇൻ എ ബ്യൂട്ടിഫുൾ വേ? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് അച്ചീവ് ചെയ്യണം, എൻ്റെ സെക്ഷൽ എക്സ്പ്രഷൻ എങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു ഓർഗാസം എത്തിയാൽ മതി എന്ന് തോന്നുന്നിടത്ത് പീപ്പിൾ വിൽ ലുക്ക് ഇൻ ടു പവർ, പീപ്പിൾ വിൽ ലുക്ക് ഇൻ ടു ലൈക്ക് ഇൻ ടു പവർ മീൻസ് യൂസിങ് ദെയർ പവർ. അവർ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഒരു കാര്യം സാധിച്ചെടുക്കാൻ നമ്മുടെ എന്താ പറയുക, ഇപ്പം ദേഷ്യപ്പെട്ടൊരു കാര്യം സാധിച്ചെടുക്കുന്നത് ആണ് നമ്മൾ ഒരുപക്ഷെ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരു കാര്യം എനിക്കൊരു നീഡുണ്ടെന്നും പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ട് പോയിട്ടല്ല പല ആൾക്കാരും ആ ഒരു കാര്യം എടുക്കുക. എനിക്കിപ്പം ഒരു ഫിലിമിൽ ഒരു നായകനാണെങ്കിലും ഒരു മേ ബി ഒരു കാര്യം വേണമെങ്കിൽ അത് ദേഷ്യം കാണിച്ച് അടിച്ച് എടുക്കാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാവാം. അതുപോലെ സെക്ഷുവാലിറ്റിയിലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ അല്ല അത് പഠിച്ചിട്ടില്ല എങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ ആൾക്കാർ പോകുന്നുണ്ടാവാം. അപ്പോൾ ഒരു പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇസ് ഫുൾ ഓഫ് ഓർ മേജർലി പിഡോഫൈൽസ് എന്ന് കാണേണ്ടി വരും. പക്ഷേ പിഡോഫൈൽസ് ആകുമ്പോൾ അവർക്ക് ആ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ഫോർ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. ഇതങ്ങനെ അല്ല. അവൈലബിലിറ്റി ഓഫ് സെക്ഷൽ മേ ബി എന്താ പറയുക പ്രിഫേർഡ് സെക്ഷൽ സ്പേസസ് അവൈലബിൾ ആകുന്നില്ലാത്തത് കൊണ്ട് പവർലെസ് ആയിട്ടുള്ള ഡിഫെൻഡ് ചെയ്യാത്ത സ്പേസസിലേക്ക് ഇവർ തിരിയുന്നു എന്നുള്ളതാവാം. ഈ സൊസൈറ്റിയിൽ നിന്ന് ചേഞ്ചാണ് കൊണ്ടുവരേണ്ടതെന്ന് പറയുമ്പോഴേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ റൂമിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഇവൻ്റെ അച്ഛൻ കണ്ട് ജനലിലിരുന്ന്. അപ്പോൾ അച്ഛനത് കണ്ടിട്ട് പ്രൊവോക്ഡ് ആയിട്ട് ഇവനെ വന്ന് ഒത്തിരി തല്ലിയിട്ടുണ്ട്. ഒത്തിരി തല്ലി അത് ഇവൻ എന്തോ വലിയ മഹാഭാവം ചെയ്ത പോലെ ഇയാൾ ഭയങ്കരമായിട്ട് ഇവനെ അടിച്ച് ഇൻസൾട്ട് ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ ഇത് പറഞ്ഞു. അപ്പോൾ ഇവൻ അന്ന് തൊട്ട് മാസ്റ്റർബേഷൻ ചെയ്യാൻ പിന്നെ മടിയായി തുടങ്ങി. കുറേ കാലത്തേക്ക് അത് ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അതായത് നമ്മളൊരു അഡോളസെൻ്റ് ഏജിൽ നമ്മളൊരു പ്രായം കഴിയുന്ന സമയത്ത് ഈ മാസ്റ്റർബേഷൻ വളരെ നോർമലാണെന്നുള്ളതും അല്ലെങ്കിൽ ഇത് നമ്മളുടെ സ്വകാര്യ സ്പേസിലിരുന്ന് ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളതും നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവൻ ഉണ്ടാക്കിയ ട്രോമ അത് വളരെ വലുതായിരിക്കണം. അപ്പോൾ ഈ അച്ഛനെ ഇൻസൾട്ട് ചെയ്യുകയുണ്ടായി. ഇവൻ പിന്നെ കുറേ കാലത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കുട്ടികൾക്ക് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്ന പോലെ പാരൻസിന് എത്രമാത്രം ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ടെന്നാണ് ഡോക്ടർ കരുതുന്നത്? ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. മുമ്പ് ഞാൻ പറയാതെ പോയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു പെൺകുട്ടികൾക്ക് മെനാർക്കി വരുമ്പം ഒരുപാട്
എന്താ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് തുടങ്ങുന്ന സമയത്തെങ്കിലും അവരോട് സെക്ഷുവാലിറ്റി മെൻസ്ട്രേഷൻ പറഞ്ഞു തുടങ്ങണം എന്ന് പറയുന്നത് പോലെ ആൺകുട്ടികൾക്കും ആ ഒരു 9-10 ആ ഒരു ഏജിൽ നൊക്ചേണൽ എമിഷൻ്റെ കാര്യം, മാസ്ട്രുബേഷൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണം. സോ സേഫ്ലി മാസ്ട്രുബേഷൻ ചെയ്യേണ്ടത്, ഇൻ പ്രൈവറ്റ് മാസ്ട്രുബേഷൻ ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ എനിക്ക് തോന്നുന്നു അത് എങ്ങനെയാണ് ഒരു സോഷ്യൽ പ്രശ്നമാക്കാതെ, അതായത് ഇപ്പം ഹൗ ടു ബെറ്റ് ഒരു ഡ്രസ്സ് ബെറ്ററായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെ, ഇപ്പം നല്ല ക്ലോത്തിലൊന്നും ആക്കാതെ നിങ്ങളൊരു ക്ലോത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾ തന്നെ അതിനെ ക്ലീൻ ആക്കി വെക്കുന്നു എന്നുള്ളത്. ബാത്റൂമിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ആ ബോയ് ബാത്റൂമിൽ നിന്നും മാസ്ട്രുബേറ്റ് ചെയ്യും, ഇവർക്കറിയാം. പക്ഷെ വീടിന് എല്ലാവർക്കും ഒറ്റ ബാത്റൂമാണുള്ളത്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ ടൈൽസ് അല്ലെങ്കിൽ വോളയിലൊക്കെ ഡേർട്ടി ആകുന്നു, സ്ലിപ്പറി ആകുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും വരാം. അത് വളരെ കൃത്യമായിട്ട് ഒരു പേരൻ്റ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സോ വി യൂഷ്വലി സേ ആസ് പ്രൊഫഷണൽസ് വി സേ ഒരു മദറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഗേൾ ചൈൽഡിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഫാദറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബോയ് ചൈൽഡിന് ഈ രണ്ട് കാര്യങ്ങളും. ഒന്ന് നൊക്ചേണൽ എമിഷൻ, രാവിലെ എണീക്കുമ്പം ഉണ്ടാവുന്ന എമിഷൻ അല്ലെങ്കിൽ എറക്ഷൻ, അത്. രണ്ട് മാസ്ട്രുബേഷൻസ് പ്രൈവറ്റ്ലി സേഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് പേരൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, കുട്ടിയുടെ അല്ല. പേരൻസിനെ എങ്ങനെ എക്യൂപ്പ് ചെയ്യാമെന്നുള്ളത് പേരൻറ്റിങ് പഠിച്ചിട്ട് എത്ര പേരൻ്റ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം എല്ലാവരും കല്യാണം കഴിക്കാൻ പറയണു, കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവാൻ പറയണു, കുട്ടികളാവുന്നു. ദർ ആർ പീപ്പിൾ റെസ്പോൺസിബിൾ ആൻഡ് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, റെസ്പോൺസിബിളായിട്ട് പേരൻറ്റിങ് ചെയ്യുന്ന ഒരുപാട് പേരൻസ് നമ്മുടെ ഇടയിൽ ഇപ്പോഴുണ്ട്. ലൈക്ക് ഐ ഗെറ്റ് എ കപ്പിൾ ഓഫ് ക്ലയൻസ് ആയിട്ട് തന്നെ അവർ പറയും, അവരുടെ ഞാൻ യൂഷ്വലി യങ് പേരൻസിനോട് ഞാൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ ഫിലോസഫി ഓഫ് പേരൻറ്റിങ്, അല്ലെ നിങ്ങൾ ദർ ആർ മെനി വേസ്. ഇപ്പം നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന പേരൻറ്റിങ്ങിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേരൻറ്റിങ് ഉണ്ട്, പല തരത്തിൽ. അതിപ്പം നിങ്ങൾ ചില ആൾക്കാർ ഹോം സ്കൂളിങ് ചെയ്യുന്നുണ്ടായിരിക്കും, ചില ആൾക്കാർ അവരുടേതായ ഫിലോസഫിയിൽ വളർത്തുന്നതുണ്ട്, ചില ആൾക്കാർ സാധാരണ പോലെ തന്നെ കുട്ടീനെ പ്രൈവറ്റ് സ്കൂളിൽ വിടുന്നു, കുട്ടീനെ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നു. അല്ലെങ്കിൽ എഡ്യൂക്കേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളർത്തുന്നത് ഏത് രീതിയിലാണ് നമ്മൾ. ഒരാൾ പേരൻ്റ് ആവുന്നതിന് മുൻപ് എങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നത്, എങ്ങനെയാണ് കുട്ടി, അതിപ്പോൾ ഡയപ്പർ വാങ്ങുന്നത് മുതൽ കുട്ടിയുടെ ഡ്രസ്സ് വാങ്ങുന്നത് മുതൽ അതിന് ശേഷം ഒരു 6 months മുതൽ കുട്ടിയുടെ വാശികൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഉള്ള കാര്യങ്ങൾ തുടങ്ങുന്നിടത്ത് പേരൻറ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്നുള്ളത് വരുന്നുണ്ട്. കുട്ടി വാശി വെച്ച് കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. പേരൻസ് 2 പേരാണെങ്കിൽ 2 പേര്, വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ ആ 6 പേരും കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെയുള്ള രീതികളൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് നല്ല രീതിയിൽ പേരൻറ്റിങ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. റെസ്പോൺസിബിൾ പേരൻറ്റിങ് എന്നുള്ളത് തിയറിറ്റിക്കലി അല്ലെ സയൻറ്റിഫിക് പേരൻറ്റിങ് മെത്തഡോളജീസ് പഠിക്കുക, ഏത് ഫിലോസഫി വെച്ചിട്ടുള്ള പേരൻറ്റിങ് ആണെങ്കിലും അത് ക്ലിയർ ആയിട്ട് ചെയ്യുക, അല്ലാണ്ട് എന്തോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ പേരൻസിൻ്റെ തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ. ഓക്കെ, ഈ പാരൻറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടേ നമ്മൾ ഈ അഡോളസൻ ഏജിലേക്ക് കിടക്കുന്ന സമയത്താണല്ലോ ആൺകുട്ടികൾ മാസ്റ്റർബേഷൻ തുടങ്ങുന്നതും. ഓക്കെ, ഈ അഡോളസൻ ഏജ് മുന്നേ തന്നെ വളരെ നേരത്തെ തന്നെ ഒരു കുട്ടി മാസ്റ്റർബേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാസ്റ്റർബേഷൻ എന്താ പറയുക ഓവർ ആവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓവർ ആണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അതെങ്ങനെ മനസ്സിലാക്കും? ഇപ്പം ഞാൻ ചെറിയ കുട്ടികൾ, അതായത് അതിൽ ഇപ്പം 3 years 4 years ഒക്കെ ആകുമ്പം കുട്ടികൾ ജെനിറ്റാലിയ ടച്ച് ചെയ്ത് തുടങ്ങും. ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പം വൽവ വജൈന ടച്ച് ചെയ്യാൻ തുടങ്ങും. അതിൽ ബോയ്സ് മാസ്റ്റുർബേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നാണ് നിങ്ങളും ചോദിക്കുന്നത്. പക്ഷെ ഗേൾസ് എന്തുകൊണ്ട് മാസ്റ്റുർബേഷൻ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ 30 വയസ്സുള്ള ഒരു പെൺ സുഹൃത്തിനോട് മാസ്റ്റർബേഷൻ്റെ കാര്യം ചോദിച്ചപ്പോൾ
അയാൾ ഇതുവരെ മാസ്റ്റർബേറ്റേ ചെയ്യാത്ത പെൺകുട്ടികളുണ്ട്. അത് വേറെ ഒരു കാര്യമാണ്. എങ്കിലും ബയോളജിക്കൽ ഡിഫറൻസ് ഒരു കാര്യമുണ്ട്, സോഷ്യലായിട്ടുള്ള ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന ഡെവലപ്മെൻ്റൽ പീരീഡിൽ, അതായത് ഒരാൾ നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് ബോഡി എക്സ്പ്ലോർ ചെയ്യുന്നതിനോടൊപ്പം വരുന്ന എക്സ്പ്ലോറേഷൻസ് ഉണ്ട്. ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിക്കൊക്കെ ചിലപ്പം അവർക്ക് അറിയാതെ തന്നെ, ഞാൻ കുട്ടികളെ കൊണ്ട് പേരൻസ് വന്ന് കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ അവർക്കൊരു പ്ലഷർ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ പ്രൊഫഷണലി അതൊരു ലേണിംഗ് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ലേൺഡ് ബിഹേവിയറാണ് കുട്ടിയുടെ. അപ്പോൾ ആ ലേൺഡ് ബിഹേവിയർ എങ്ങനെ മാറ്റാം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ബിഹേവിയറൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കേണ്ടതാണ്. അതൊരു പ്രൊഫഷണൽ രീതിയിലാണെങ്കിലേ പറ്റുള്ളൂ. അതേസമയം കുട്ടി പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, പ്രൈവറ്റായിട്ട് ഉള്ളത് പേരൻ്റ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത്. നൗ അഡിക്ഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് പോകുന്നുണ്ടോ, അതോ വൺസ് ഇൻ എ വൈൽ ഒരു കുട്ടി അത് ചെയ്യുന്നുള്ളോ? വാട്ട് ഡു യു ടേം ആസ് അഡിക്ഷൻ? അപ്പം അഡിക്ഷൻ്റെ ആ ഒരു കാര്യം നോക്കാനാണെങ്കിലും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. സോ ബിഹേവിയർ അഡിക്ഷൻ്റെ പാറ്റേൺസ് ഉണ്ട്. ബിഹേവിയർ അഡിക്ഷൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ അഡിക്ഷൻ, ഇതൊരു അഡിക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? മാസ്റ്റുർബേഷൻ ബിഹേവിയറൽ അഡിക്ഷൻ ആയിട്ട് നമുക്ക് വരുത്താനുള്ള അല്ലെ കാറ്റഗറൈസ് ചെയ്യാൻ കുറേ ക്രൈറ്റീരിയ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്പർ ഓഫ് ടൈംസ്, നമ്പർ ഓഫ് അവേഴ്സ്, അതെങ്ങനെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നു, അത് അങ്ങനെ ഉള്ള ഒരു പ്രോപ്പർ ബിഹേവിയറൽ അസസ്മെൻറ്റ് ചെയ്തിട്ടാണ് നമുക്കത് തീരുമാനിക്കാൻ പറ്റുക. അങ്ങനെയുണ്ട്. പക്ഷേ 1-2 തവണ വല്ലപ്പോഴും എങ്കിലും ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ പറഞ്ഞിരിക്കുന്ന പാടില്ല നോകളൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഗേൾസ് മാസ്റ്റുർബേഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് അത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല, പാപം, തെറ്റ് കൈൻഡ് ഓഫ് കാര്യങ്ങൾ കൊണ്ടാണ് അത് എഗെയിൻ ആൾക്കാർക്ക് അത് മാറ്റി അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ they can learn to masturbate, they can learn to love, self love എന്നുള്ളൊരു കാര്യത്തിൽ സെൽഫ് സ്റ്റിമുലേഷൻ പഠിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം ഈ മാസ്റ്റുർബേഷൻ പറയുമ്പം നമ്മൾ പ്രൊഫഷണലി ചെയ്യുന്ന വേറൊരു ഏരിയ, ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് മാസ്റ്റുർബേഷൻ പഠിപ്പിക്കുന്നത്. റൈറ്റ്, വി ഡു ദാറ്റ്. ഇതെല്ലാം പ്രൊഫഷണൽസിൻ്റെ പണിയാണ്. ഇതൊരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല. ഇപ്പോൾ ഐ ഹാവ് ഹാഡ് ഫീമെയിൽ, അതായത് ഓഫ് കോഴ്സ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. നമ്മൾ പണ്ട് കാലത്ത് ബുദ്ധിമാന്ദ്യത എന്ന് പറയുന്ന ഒരു മേ ബി ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ച മാത്രം എത്തിയിട്ടുള്ള ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീ. അവർ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് വരുമ്പോൾ എന്ത് കണ്ടാലും അവരെടുത്ത് വെജൈനയിലിടും. അതായത് ലോങ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും അവർ വെജൈനയിലിടും. അപ്പം അന്ന് ഈ വള ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ടിട്ടുണ്ട്, പഴയ സിനിമകളിലൊക്കെ ചിലപ്പോൾ കാണും, തമിഴ്നാട്ടിലൊക്കെ അത് കൂടുതൽ നമ്മൾ കാണും. ഇങ്ങനെ ഒരു ഇതിങ്ങനെ പല ചെറിയ ആ സ്റ്റാൻഡിൻ്റെ ആ പീസ് എടുത്തിട്ട് വരെ അവർ ഇൻസേർട്ട് ചെയ്യും. അപ്പം അത് ഉള്ളിൽ പോയിട്ട് സ്റ്റക്കായി അങ്ങനെ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. ലൈക്ക് സർജനൊക്കെ കണ്ടിട്ട് സർജൻ ഗൈനക്കൊക്കെ കണ്ടിട്ടിന് ശേഷമാണ് നമ്മളുടെ അടുത്ത് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ്, നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവരെ ഹെൽത്തി മാസ്റ്റുർബേഷൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. വി ഗോട്ട് ദം എ സെക്സ് ടോയ്, വി ഗോട്ട് ദം സെക്സ് ടോയിൽ എങ്ങനെ കോണ്ടം ഉപയോഗിക്കണം, സെക്സ് ടോയിൽ കോണ്ടം ഇട്ടിട്ട് എങ്ങനെ ആ സെക്സ് ടോയ് യൂസ് ചെയ്യണം എന്നുള്ളത്, അതാണ് നമ്മൾ പേരൻസ്. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല, അവർക്ക് കംഫർട്ടബിൾ പേരൻ്റാണ്. അപ്പം ആ പേരൻറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ആ പേരൻറ്റ് ഇവരെ ട്രെയിൻ ചെയ്ത് ഇതൊരു എക്സ്ട്രീം കേസാണ്. ഓഫ് കോഴ്സ് ഇത് എല്ലായിടത്തും സംഭവിക്കും എന്നല്ല, എങ്കിലും പേഴ്സൺസ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, പേഴ്സൺസ് വിത്ത് ഓട്ടിസം, നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ പേരൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഓട്ടിസം ഞാൻ സാധാരണ ഇപ്പം ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറയുന്ന സോഷ്യൽ ഓട്ടിസം അല്ല, കോഗ്നിറ്റീവ് ലെവലിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിവിയർ ഓട്ടിസം ഉള്ള ആൾക്കാർ പോലും
വെൻ ദേ ഗെറ്റ് ഓൾഡർ ഈ സെക്ഷൽ മാച്ചുറേഷനൊക്കെ എല്ലാവർക്കുമുണ്ട്. ഒരാൾ ബയോളജിക്കലി ബയോളജി ഉള്ള എല്ലാവർക്കും സെക്ഷുവാലിറ്റിയും ഉണ്ട്, റൈറ്റ്? അപ്പം ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത് സേഫ് സെക്ഷൽ പ്രാക്ടീസസ്, പ്രൈവറ്റായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾക്ക് സാധാരണ നമ്മുടെ നാടിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഈ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലുമുള്ള ഒരു ഇല്ലായിട്ടുള്ള ഒരു ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും, മെയിൽ ആണെങ്കിൽ പോലും അമ്മയായിരിക്കും കുളിപ്പിക്കുന്നത്. 40 വയസ്സുള്ള മക്കളെയും അമ്മമാർ കുളിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഞങ്ങളത് പ്രൊഫഷണലി നമ്മളത് ചേഞ്ച് ചെയ്യണമെന്ന് പറയാറുണ്ട്. 10 വയസ്സ് മുതൽ എങ്കിലും അച്ഛന്മാർ അതിലേക്ക് വരണമെന്ന് പറയാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ടതുണ്ട്. സേഫായിട്ട് എങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യാം, പ്രൈവസി പഠിപ്പിക്കേണ്ടതുണ്ട്. അമ്മയുടെ മുന്നിൽ അൺഡ്രസ് ചെയ്യുന്ന ഒരു കുട്ടി ഏത് ഫീമെയിലിൻ്റെ മുന്നിലും അൺഡ്രസ് ചെയ്യാമെന്നുള്ള ലേണിങ് വരും. അവിടെ പ്രൈവസി പഠിപ്പിച്ച് റൂമിൻ്റെ അകത്ത് നിന്ന് അൺഡ്രസ് ചെയ്യാൻ പാടുള്ളൂ, കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ഡ്രസ്സും മാറ്റി വയ്ക്കാൻ പാടില്ല. സോ അത്തരത്തിലുള്ള ഒരു പോപ്പുലേഷനെ പോലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും. ബട്ട് വി ഹാവ് ടു ഡു ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. ഇപ്പോൾ ഇവിടെ കേരളം പോലുള്ളൊരു സ്ഥലത്ത് മാത്രമല്ല, ഇപ്പോൾ എല്ലായിടത്തും, അതായത് നമ്മളൊരു കല്യാണം കഴിക്കുന്ന ഒരു ബാച്ചിലർ ലൈഫ് വരെ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പല ആളുകളുമായിട്ട് ചിലപ്പോൾ സെക്സ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഒറ്റയാളിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല കല്യാണം കഴിക്കുന്നത് വരെ, അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും. അപ്പോൾ ഈ പല ആൾക്കാരുമായി നമ്മൾ സെക്സിൽ ഏർപ്പെടുന്ന സമയത്തേ ഈ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ഈ പല ആളുകളുമായി ഓറൽ സെക്സ് ചെയ്യുന്നത് അത് എത്രമാത്രം സേഫാണ്, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയാൻ പറ്റുക? സേഫ്റ്റി നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓറൽ സെക്സ് എന്നുള്ളൊരു കാര്യം വരുമ്പം ബാക്ടീരിയൽ ലെവൽ നോക്കുകയാണെങ്കിൽ വജൈന അല്ലെങ്കിൽ പീനിസിലുള്ളതിനെക്കാട്ടിലും ബാക്ടീരിയൽ ഹൈ കൂടുതലുള്ളത് നമ്മളുടെ ഓറൽ ക്യാവിറ്റിയിലാണ്. ഡിപ്പെൻസ് ഓൺ നമ്മളതെങ്ങനെ ക്ലീനായി വെക്കുന്നു, ഭക്ഷണത്തിൻ്റെ റെസിഡ്യൂസ് ഉണ്ടാവാം, പ്ലസ് അതർ ബാക്ടീരിയാസ്. സോ ഓറൽ സെക്സ് എന്നുള്ളത് ഇപ്പം ഫോർ എ ഫീമെയിൽ വാജൈന ക്ലീനായിട്ടിരിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓറൽ ക്യാവിറ്റി ക്ലീനായിരിക്കുക എന്നുള്ളത്. ഓർ ഫോർ എ മെയിൽ പീനിസ് എങ്ങനെയാണ് ക്ലീനായിട്ട് വെക്കുന്നത്. അപ്പം ഇത് മ്യൂച്വലാണ്. എല്ലാവർക്കും സെക്ഷലി എൻഗേജ് ചെയ്യുന്ന എല്ലാവർക്കും അത് ബാധകമാണ്, ഒരാൾക്ക് മാത്രമല്ല. അതിൻ്റെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം എൻ്റെ ക്ലയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് കറക്റ്റായിട്ട് കുളിച്ചിട്ട് വേണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെക്ഷുവൽ പാർട്സ്, നമ്മുടെ സെക്ഷുവൽ ഏരിയാസ് ശരിക്കും വാഷ് ചെയ്തിട്ട് വേണം സെക്ഷുവലി എൻഗേജ് ചെയ്യാനായിട്ട്. അതിനുള്ള അവസരം ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ബാക്ടീരിയൽ ഫംഗസ് കാര്യങ്ങളും വരും. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ യൂറിനേഷൻ ആ യൂറിനേഷൻ കഴിഞ്ഞിട്ട് സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും എത്ര പേര് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പം യൂറിൻ സ്റ്റെയിൻസോട് കൂടി ആ യൂറിൻ്റെ വെറ്റ്നെസ്സോട് കൂടിയല്ലേ ആൾക്കാർ പാൻറ്റീസ് വെയർ ചെയ്യുന്നേ. അത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടാണോ നിങ്ങൾ പാൻറ്റീസ് ഇടുന്നത്? ഓഫ് കോഴ്സ് അറ്റ് ഹോം വി ഡു ദാറ്റ്. ഔട്ട്സൈഡ് ഡു യു ഗെറ്റ് ദ ലക്ഷറി ടു ഡു ദാറ്റ്? അപ്പം അതുപോലും നമ്മൾ എല്ലാവരും പറയും ഓക്കെ യൂറിനേഷൻ കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ട് കഴുകി തുടയ്ക്കണം. ആൻഡ് ഈച്ച് ടൈം യു ഹാവ് ടു ഡു ദാറ്റ്. അപ്പം സെക്ഷുവലി എൻഗേജ് ചെയ്യുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ടതാണ് സെക്ഷൽ ഓർഗൻസിൻ്റെ ക്ലെൻലിനെസ്സും ഓറൽ ക്യാവിറ്റിയുടെ ക്ലെൻലിനെസ്സും. സോ ഒരു മിത്തായത് ഇത് എനിക്ക് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ ആണുങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പേം ചിലപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചും ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും ആഫ്റ്റർ സെക്സ്. ഇത് ഭയങ്കര ഈ സ്പേം ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്, അതുകൊണ്ട് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് നല്ലതാണെന്ന് ഉള്ളൊരു മിത്തുണ്ട്. അത് മിത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം ആരോഗ്യകരമാണ്?
ഞാൻ വായിച്ചിട്ടുള്ള ലിറ്ററേച്ചർ വെച്ചിട്ട് ഇറ്റ്സ് ഈ പ്രോട്ടീൻ കാര്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, നൗ ഇറ്റ് ഈസ് ദാറ്റ് വിഷ്വൽ ഇസ് കമ്മിങ് ഫ്രം എ മെയിൽ സെക്ഷുവൽ എക്സ്പീരിയൻസസിൻ്റെ മെയിൽ പ്രൊണോഗ്രഫിയിൽ നിന്നൊക്കെയാണ് ആ വിഷ്വൽ വരുന്നത്. ഹൗ മച്ച് ഓഫ് ദാറ്റ് എ ഫീമെയിൽ ഈസ് കംഫർട്ടബിൾ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, നൗ ഞാനത് കാണുന്നത് മെയിൽ വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പവർ ഡൈനമിക്സ് അവിടെ കിട്ടുന്നുണ്ടാവാം. നൗ ഇഫ് സംബഡി ഈസ് എൻഗേജിങ് ഇൻ സെക്ഷുവൽ കോണ്ടാക്ട് ഇനീഷ്യലി, ഇപ്പം ആൾക്കാരുടെ 20കളിൽ 30കൾ മേ ബി ഏർലി 30s 20s ടീൻസിലൊക്കെയുള്ള സെക്ഷൽ എൻകൗണ്ടറിൽ ആൾക്കാർ ഒരുപാട് ഡിഫറെൻ്റ് രീതികൾ എക്സ്പ്ലോർ ചെയ്യും. ആ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി ഇതൊക്കെ ഓക്കെയാണ് ഇഫ് all the parties or both the parties engaging in that is comfortable with it. പക്ഷേ അതിന് ശേഷം എത്ര പേര് ഇത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് ഫീമെയിൽ സെക്ഷൽ എക്സ്പീരിയൻസസിൽ അധികം ആൾക്കാരത് ഇല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. വെറാസ് ഇറ്റ് ഈസ് എ മെയിൽ ഫാൻറ്റസി, അത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ വെൻ യു ആർ പലപ്പോഴും ഞാൻ നമ്മൾ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി വെൻ യു ആർ ആസ്കിങ് ബിഫോർ മാരേജ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത് ഒരു ഓക്കെ നോർമായിട്ട് വരുന്ന ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്. നമ്മളുടെ സോഷ്യൽ സ്പേസും അങ്ങനെ ആകുന്നുണ്ട്. സോ അത് അങ്ങനെയുള്ള സ്പേസസിൽ മേ ബി ഇൻ ദ initial encounters this would be wonderful between a couple if both the couple are okay and happy to do that. അതിൻ്റെ അകത്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഐ ഡോണ്ട് നോ. അതൊരു മേ ബി ആരോടാണ്, ഒരു യൂറോളജിസ്റ്റ് ഓർ എൻഡോക്രൈനോളജിസ്റ്റിനോട് ചോദിക്കേണ്ടി വരും പ്രോട്ടീൻ ബെനിഫിറ്റ്സ്. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ബട്ട് if you are happy, if your partner is happy and mostly in initial time നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ബട്ട് ഇൻ എ ഓൾഡർ പോപ്പുലേഷൻ എത്രമാത്രം അതിന് വരും എന്നുള്ളതും ഒന്നുണ്ട്. പ്ലസ് ഇതൊരു മെയിൽ പ്രൊണോഗ്രഫി, മെയിൽ ഫാൻറ്റസിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്പേസും ഈ പറഞ്ഞ കാര്യത്തിനുണ്ട് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, കുറേയൊക്കെ നമ്മൾ ഈ ഫോണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറയുമ്പോഴും ഇവിടെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ആണുങ്ങൾക്കൊരു കോംപ്ലക്സ് ഉണ്ടാവും. അതായത് എത്രയും ദീർഘമായിട്ട് കിട്ടുന്ന അത്രയും നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഈഗോ വെച്ചിട്ടായിരിക്കണം വയാഗ്ര പോലുള്ള ടാബ്ലറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സമയം കൂടുതൽ കിട്ടാൻ, എങ്ങാൻ സമയം അത്രയും നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഒരു പൗരുഷത്തിന് ഏൽക്കുന്ന ഒരു ആഘാതമായേക്കാമെന്ന് കരുതിയിട്ട് ഇത്തരം വയാഗ്ര പോലുള്ള ഒരുപാട് മെഡിസിൻസൊക്കെ കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സെക്സിലേക്ക് കടക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാവണം എന്നില്ല. ഇതിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഭയങ്കര അവൈലബിൾ ആണ്. ഈ പ്രാക്ടീസ് പിന്നീട് പിൽക്കാലത്ത് ഒരു പുരുഷൻ്റെ ഈ ഇറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? പിന്നീട് ഐ ഡോണ്ട് നോ. പക്ഷേ ആ വയാഗ്ര എന്നുള്ളത് ഡെഫിനറ്റ്ലി കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം ഹാർട്ടിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കുറേ സ്റ്റഡീസ് ഉണ്ട്. ലോങ് ടേം അത് എത്രമാത്രം എന്നുള്ളത് എത്ര തവണ ഇത് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് വരുന്നത്. നൗ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മൾ സെക്സ് തെറപ്പി എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ സോ ഹിയർ ഒരു മിത്തിൻ്റെ ഒരു പാർട്ടുള്ളത്, യു നീഡ് എറക്ഷൻ ലോങ് ടേം ലാസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മിത്ത്, അല്ലെങ്കിൽ അതാണ് ഒരു തോട്ട്. അതിനു വേണ്ടിയാണ് വയാഗ്രയിലേക്ക് പോകുന്നത്. നൗ അതിനോടൊപ്പം തന്നെ കാണേണ്ടത് ഫോർ പ്ലേയുടെ ഒരു കാര്യമാണ്. ഫീമെയിൽ
നീഡ്സ് ദാറ്റ് ഫോർപ്ലേ ഫോർ എ ലോങ് ടൈം. നൗ ഈ ഫോർപ്ലേയുടെ സമയത്ത് എറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ യു ആർ സ്റ്റാർട്ടിങ് യുവർ സെക്ഷൽ ഇൻ്റർകോഴ്സ്, അവിടെ ഫോർപ്ലേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം മുഴുവനും എറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നൗ വാട്ട് ഹാപ്പൻസ്, ഈവൻ ഇഫ് വയാഗ്ര പോലുള്ള ഒരു മെഡ്സ് ഉപയോഗിച്ചില്ല എങ്കിലും പലപ്പോഴും മെൻ ഈ എന്താ പറയുക ഫോർപ്ലേ ഇത്രയും ഡ്യൂറേഷൻ നിൽക്കാൻ പറ്റാതെ അവർ ഓർഗാസം അല്ലെങ്കിൽ അവർ ഇജാക്കുലേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം ഈ ഐ തിങ്ക് തുടക്കത്തിൽ തന്നെ ഈ ഫോർപ്ലേയുടെ സമയത്ത് ഇത്തരത്തിലുള്ള എന്താ പറയുക വയാഗ്ര പോലുള്ള കാര്യങ്ങളുടെ ആവശ്യമേ വരുന്നില്ല. അവർക്ക് ആ ഒരു ടൈം, അതായത് വിത്തൗട്ട് വയാഗ്ര, ഇപ്പം നമ്മുടെ ക്ലയൻസ് പറയാറുണ്ട് വിത്തൗട്ട് എനി ഇത്തരത്തിലുള്ള ബയോളജിക്കൽ സ്റ്റിമുലൻസ് ഇല്ലാതെ അവർക്ക് സെക്സ് ആ ഒരു ഫോർപ്ലേയുടെ ഡ്യൂറേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ആൾക്കാർ ഒരു തവണ ഫസ്റ്റ് ഒരു സെൽഫ് മാസ്ട്രുബേഷൻ ചെയ്തിട്ട് ദെൻ ഒരു സെക്കൻഡ് ടൈം ഇറക്ഷൻ ആൻഡ് ഇജാക്കുലേഷന് ടൈം എടുക്കും. ദാറ്റ് ടൈം ക്യാൻ ബി ഗിവൺ ഫോർ ദ ഫോർപ്ലേ. ബൈ ദാറ്റ് ടൈം ദർ വിൽ ബി ഒരു സെക്കൻഡ് ടൈം എറക്ഷൻ വന്ന് ബൈ ദ ടൈം ഫീമെയിൽ ഫോർപ്ലേക്കുള്ള ടൈം കിട്ടുന്നതിനനുസരിച്ച് ഒരു എറക്ഷൻ ഇജാക്കുലേഷന് ഉള്ള ടൈം ഒരു സെക്കൻഡ് ടൈമിൽ കിട്ടും. ഇതാണ് നമ്മൾ ക്ലയൻസ് പറഞ്ഞിട്ടുള്ള അല്ലെ ക്ലയൻസ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ഹെൽത്തി മെത്തേഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൽ അർജ് കുറയാനുള്ള ചാൻസ് കൂടുതലല്ലേ? സോ യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ് ഇൻ ദ ബിഗിനിങ്. മേ ബി ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ സേ എ ഫീമെയിൽ നീഡ് 20 minutes of foreplay അല്ലെ 30 minutes of foreplay ആൻഡ് ഒരു മെയിലിന് അവിടെ ഒരു 3 minutes ആ ഏർജ് വന്നു, പക്ഷെ അവിടെ ഒരു എന്താ ഇജാക്കുലേഷന് നീഡ് 3 അല്ലെ 5 minutes വന്നു. അതവിടെ അവർ മാസ്റ്റുർബേഷനിൽ ചെയ്തിട്ട് അല്ലെ മ്യൂച്വൽ മാസ്റ്റുർബേഷൻ, ഈവൻ എ മ്യൂച്വൽ മാസ്റ്റുർബേഷൻ, യു ഡോണ്ട് ഹാവ് ടു ഡു പെനിട്രേറ്റീവ് സെക്സ് അറ്റ് ദാറ്റ് ടൈം. വയാഗ്ര ആൾക്കാരെടുക്കുന്നത് പെനിട്രേറ്റീവ് സെക്സിനാണ്. പെനിട്രേറ്റീവ് സെക്സ് അല്ല ഫീമെയിലിൻ്റെ നീഡെന്ന് പറയുന്നത്. ഫീമെയിലിൻ്റെ വൺ ഓഫ് ദ സെക്ഷൽ നീഡ് മാത്രമാണ് പെനിട്രേറ്റീവ് സെക്സ്. ക്ലീറ്റോറൽ സ്റ്റിമുലേഷനിലാണ് ഫീമെയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗാസം കിട്ടുക. ഓക്കെ, സോ വാജിനൽ ഇൻസേർഷൻ വേണമെന്ന് തന്നെയില്ല ഫീമെയിലിന്. സോ ഇത് പഠിച്ചാൽ എന്തിനാണ് വയാഗ്രയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. ബട്ട് ഈ ഒരു ഇത് മേ ബി ഇൻ ദ ബിഗിനിങ്, ലൈക്ക് ഇഫ് യു ഹാവിങ് എ സെക്ഷൽ എൻകൗണ്ടർ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല. മേ ബി നിങ്ങളൊരു 3rd to 4th to 5th ആകുമ്പം ആൾക്കാരുടെ ബോഡി അറിയണം ദറ്റ് മേ ബി ഫെറമോൺസ്, ദ സ്മെൽ ആൻഡ് ദ ടേസ്റ്റ് എല്ലാം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാലാണ് ഓക്സിറ്റോസിൻ ആൻഡ് ഡോപ്പമൈൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു ദ അതർ എക്സ്റ്റേണൽ സ്റ്റിമുലൻസ് എന്നുള്ളതാണ്. ലേൺ യുവർ സെക്ഷുവാലിറ്റി, ലേൺ ടു എൻജോയ് യുവർ സെക്ഷുവാലിറ്റി ആൻഡ് ലേൺ ടു അഡ്രസ് യുവർ പാർട്ട്നേഴ്സ് സെക്ഷുവാലിറ്റി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോസ്റ്റ് ഓഫ് ദി, അതായത് പെർസെൻറ്റേജ് പറയാൻ എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും എല്ലാ ആണുങ്ങളിലും അവരുടെ ഒരു സെക്സ് പെട്ടെന്ന് ആരംഭിക്കുകയും പെട്ടെന്ന് ക്ലൈമാക്സിൽ എത്തിക്കുകയുമാണ് എപ്പോഴും ചെയ്യാറ്. അങ്ങനെ ഒരു പ്രാക്ടീസാണ് കൂടുതലുള്ളത്. അപ്പോൾ ആണുങ്ങളുടെ ഏറ്റവും പെട്ടെന്ന് തുടങ്ങാൻ പെട്ടെന്ന് അവസാനിക്കും, സ്ത്രീകൾക്ക് പയ്യെ തുടങ്ങാൻ പയ്യെ അവസാനിക്കുകയാണ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 minutesലോ അല്ലെങ്കിൽ ഒരു 8 minutesലോ നമ്മൾ ക്ലൈമാക്സിൽ എത്തിക്കുകയും ചിലപ്പോൾ അവരുടെ ഒരു ഓർഗാസം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മൾ പിന്നെ കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് പിന്നെ തിരിഞ്ഞ് കിടന്നുറങ്ങി കഴിയുമ്പോൾ ഈ സ്ത്രീകളുടെ ഒരു മാനസിക നിലയുണ്ടല്ലോ, അവരുടെ മനസ്സിന് അതിന് എത്രമാത്രം മടുപ്പ് അവർ ഫോർ എ ലോങ് ടൈം അതിനെ മനസ്സിനെ അത് എങ്ങനെയൊക്കെ ബാധിച്ചേക്കാം? അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ബാധിക്കും ആൾക്കാർ. അതായത് ആ റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കും. കാരണം ഒന്ന്, അവർക്ക് സെക്ഷുവലി അവർ എറോസ്ഡ് ആയി പക്ഷേ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ടാകാം. 2, ഈ വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറുന്നത്. സോ യു ആർ
നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ ആ പാർട്ട്ണറിനോടുള്ള റിലേഷനെ അത് ബാധിക്കും. തുടക്കത്തിൽ ഈ പറഞ്ഞ എന്താ ഒരു മാരേജിൻ്റെ അകത്ത് ഒരു പക്ഷേ മൾട്ടിപ്പിൾ തവണ ഇത് സാധിക്കും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ആ ഫീമെയിൽ ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. കാരണം ഒരു പരിധി കവിഞ്ഞ് ദേ വുഡ് നോട്ട് ഗെറ്റ് എ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദം. മാരേജിലാണ് ഇത് ഒരു മാനസികമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. കാരണം ദേ ആർ ഫോഴ്സ്ഡ്. മൊണോഗമിയിൽ വരുമ്പം ഫോഴ്സ്ഡ് ടു ബി ദെയർ ഫോർ എ ലോങ്കർ ടൈം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 50 വയസ്സുള്ളവരും അല്ലെ 3 മക്കളുള്ളവരും വന്നിട്ട് ഐ നെവർ എക്സ്പീരിയൻസ്ഡ് ഓർഗാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 3 മക്കളുള്ള 50 വയസ്സ് 40 വർഷത്തെ മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് തുടക്കത്തിലെങ്കിലും കുറേ അധികം തവണ സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ നടന്നിട്ടുണ്ടാവാം. അപ്പം അവിടെ ഒന്നും ഓർഗാസ്മിക് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സോ സ്ത്രീകൾ പൊതുവെ ഒരു പരിധി കഴിയുമ്പോൾ ഇഫ് ഇൻ എ മൊണോഗമി, ഇഫ് ഇൻ എ മെറൈറ്റൽ റിലേഷൻഷിപ്പ്, അത് കുട്ടികൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയും പിന്നെ ചൈൽഡ് വരുമ്പം ഉണ്ടാവുന്ന ഹോർമോണൽ ഡിഫറൻസസിൽ നിന്ന് ആ നീഡിൻ്റെ ഒരു കാര്യം അവിടെ അന്നേരം ഉണ്ടാവുന്നില്ല. പക്ഷെ പിന്നീട് വരുന്ന ഓരോ തവണയും ഇതാണ് എക്സ്പീരിയൻസ് എങ്കിൽ അകൽച്ചയാണ് സ്വാഭാവികമായി അവിടെ സംഭവിക്കുന്നത് ഫ്രം ദ പാർട്ട്ണർ. നൗ ഈ കമ്മിറ്റഡ് അല്ലാത്ത റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം വി ഹാവ് കപ്പിൾ തെറപ്പിക്ക് വരുമ്പോൾ, അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് തെറപ്പിക്ക് വരുമ്പം ദർ ആർ മൊമെൻറ്റ്സ് അവർ ഒരുമിച്ച് താമസിക്കുന്നു, പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നത് ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ബട്ട് റിലേഷൻഷിപ്പ് സെക്ഷുവാലിറ്റിയിൽ മാത്രമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതാണ്. മെയിൽ പറയും എൻ്റെ നീഡ് ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഐ ഗെറ്റ് ഹാപ്പി, അല്ലെങ്കിൽ ഒരു 2 minutes 5 minutes കഴിയുമ്പം ഇജാക്കുലേഷൻ വേണം. അത് മെയിൽ ബോഡിയുടെ നീഡാണ്. മെയിലിന് അത്രേ പറ്റുള്ളൂ. ഈ 20 minutes അല്ലെ 30 minutes ഫോർ പ്ലേ മെയിലിന് ഒരു പക്ഷേ സാധ്യമാകില്ല. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ട് മെയിൽ ബോഡിക്ക് ഈ നീഡ് വരുന്നു, അത് അവിടെ പെനിട്രേറ്റീവ് സെക്സ് വേണം എന്ന് നിർബന്ധം പിടിക്കാതെ ഇരുന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റും. ഈ പെനിട്രേറ്റീവ് സെക്സ് വേണ്ടത് 2 പേരും റെഡി ആകുമ്പോഴാണ്. പക്ഷേ ഇവിടെ ഇജാക്കുലേഷൻ്റെ ആവശ്യമുണ്ട്. യു ഡു എ മ്യൂച്വൽ മാസ്റ്റുർബേഷൻ, ഫീമെയിൽ ക്യാൻ ഡു എ മാസ്റ്റുർബേഷൻ ഫോർ ഓർ ലെറ്റ് ദ പേഴ്സൺ മാസ്റ്റുർബേറ്റ് ഓൺ ദെയർ ഓൺ. അപ്പം അവിടെ അത് എത്രമാത്രം ഹാപ്പി ആയിട്ട് അല്ലെ മ്യൂച്വലി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അകൽച്ച വരും, അവർക്ക് ഫ്രസ്ട്രേഷൻ വരും. there are a lot of cases where marital rape എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇപ്പം മൊണോഗമി പറയുമ്പോൾ, മാരേജ് പറയുമ്പോൾ മെറൈറ്റൽ റേപ്പ് ഉണ്ടാവുന്നത് ഇവിടെയാണ്. അപ്പം സ്ത്രീ റെഡി ആയിട്ടില്ലാതെ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ബോഡി വജൈന പോലും എന്താ പറയുക, ചിലപ്പം പല ആൾക്കാരും പറയാറുണ്ട് ഒരു ലൂബ്രിക്കേഷൻ പോലും ആവാണ്ട് പെനിട്രേറ്റീവ് സെക്സിന് ശ്രമിക്കുന്ന ആൾക്കാർ. അത് വളരെ പെയിൻഫുൾ ആണ്. മേ ബി പീപ്പിൾ ക്യാൻ യൂസ് എ ലൂബ്രിക്കൻറ്റ്, എങ്കിൽ പോലും നാച്ചുറൽ ലൂബ്രിക്കേഷൻ ആവാതെ വരുമ്പോൾ ഫീമെയിലിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയും പാർട്ടിസിപ്പേഷനെയും ഒക്കെ അത് ബാധിക്കും. സോ ദാറ്റ് ഈസ് എ തിങ്. അപ്പോൾ അത് എങ്ങനെയാണ് അവിടെ അഡ്രസ്സ് ചെയ്ത് ആ നീഡ് അഡ്രസ്സ് ചെയ്തിട്ട് 2 പേരുടെയും സാറ്റിസ്ഫാക്ഷനാണ് അവിടെ വരേണ്ടത്. ഒരാളുടെ മാത്രം സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ വെനെവർ മെയിൽ ഇസ് റെഡി യു ക്യാൻ ഗോ ഫോർ എ പെനിട്രേറ്റീവ് സെക്സ്. പക്ഷേ റിലേഷൻഷിപ്പിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നൗ വെൻ യു ആർ ലിവിങ് ഇൻ എ മൊണോഗമി യു ആർ എക്സ്പെക്റ്റഡ് ടു ലിവ് ദെയർ ഫോർ years and years. ഒരു തവണത്തേതോ 10 തവണത്തേതോ കാര്യമല്ല. ഹാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ദർ ക്യാൻ ബി സെക്ഷൽ ഇൻ്റർകോഴ്സ് ഫോർ എ ലോങ്കർ പീരീഡ്. പക്ഷെ അത് വേണമെങ്കിൽ ഈ ബോത്ത്
ബോഡിയെ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഞാനിത് ഇന്ന് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇപ്പോൾ ഡോക്ടറിന് ചിലപ്പോൾ കേസുകൾ വരായിരിക്കും. അതായത് ഈ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഇപ്പോൾ ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീക്ക് യാതൊരുവിധ എന്താ പറയുക ഫിസിക്കലായിട്ടുള്ള പ്ലഷറും സെക്ഷൽ പ്ലഷറും കിട്ടുന്നില്ല. ഫോർ എ ലോങ് ടൈം അവർ കുറേ സംസാരിച്ചു, എന്നിട്ടും ഈ ലേഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫിസിക്കൽ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്നുള്ള എന്താ ഒരു ഇതിലാക്കി വരുന്നത്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് അങ്ങനെ ഒരു കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടർ അവർക്ക് കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് എന്തായിരിക്കും? നമ്മൾ അതായത് നേരത്തെ പറഞ്ഞില്ല, അതായത് 50 വയസ്സിലും ഇതുവരെ ഓർഗാസം അച്ചീവ് ചെയ്യാത്ത പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്താ ഇപ്പോൾ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുക? അല്ല, ഒന്ന് നമ്മൾ പ്രൊഫഷണലി മാരേജ് തെറപ്പി, സെക്സ് തെറപ്പിയുടെ ഭാഗമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷണൽ സ്പേസിൽ ചെയ്യുന്നത്. ഇപ്പം മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺസ് സെക്സ് തെറപ്പി ഇൻ്റർവെൻഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറേ വർഷങ്ങൾ മുൻപത്തേതാണ്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ വെച്ചിട്ട് നമുക്ക് ആൾക്കാരോട് സംസാരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സെക്സ് തെറപ്പിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുണ്ട്. ഇപ്പം ഇജാക്കുലേഷൻ, പ്രീമച്ചുർ ഇജാക്കുലേഷൻ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ബിഹേവിയർ തെറപ്പിയുടെ ഭാഗമായിട്ടുണ്ട്. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ, വാജിനിസ്മസ് ആണെങ്കിൽ ഇന്നത്, അങ്ങനെയുള്ള സെക്സ് തെറപ്പി ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതാണ് പ്രൊഫഷണലി നമ്മൾ ചെയ്യുന്നത്. അതിനൊപ്പമുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് എന്താണ് അവരുടെ ബുദ്ധിമുട്ട്, എന്താണ് ഇവരുടെ അവരുടെ ആ ഒരു ഇമോഷണൽ ഇഷ്യൂസ് എന്താണെന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ആ കൗൺസിലിംഗ് അല്ല അവരെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് സെക്സ് തെറപ്പിയിലേക്ക് പോകുന്നത്. ഇപ്പം ഒരാളൊരു സെക്ഷൽ ഇഷ്യൂ ഉണ്ടെന്ന് വരുന്ന ഉടനെ തന്നെ നമ്മൾ സെക്സ് തെറപ്പി സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുകയല്ല, മറിച്ച് നമ്മൾ ആദ്യം അതിൻ്റെ ഒരു പ്രിപ്പറേഷണൽ കൗൺസിലിംഗ് ഒക്കെ വേറെ ചെയ്തിട്ടാണ് സെക്സ് തെറപ്പിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പം വരാറുണ്ട്. ദർ ആർ മെനി ക്ലയൻസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ കുറേ കാലം, അതായത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരാളുമായി തന്നെ നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഒരാളോട് ചെയ്ത് ചിലപ്പോൾ മടുപ്പുണ്ടായേക്കാം എന്ന്. നമ്മൾ വേറെ ഒരു ബോഡി തേടി പോകാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. ഫോർ ഫിസിക്കൽ നീഡ് ഓൺലി. മറ്റേ ആളുമായിട്ട് കുറേയധികം മെൻ്റലി കണക്റ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷേ ഫിസിക്കൽ നീഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അയാളെ മാറ്റി വേറൊരാളിലേക്ക് തേടി പോകുന്നത് ചിലപ്പോൾ സ്വാഭാവികമാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് എത്ര വർഷമായിക്കോട്ടെ, ഫോർ എ ലോങ് ടൈം നമ്മളുടെ മനസ്സും ശരീരവും ഒരാളിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമുണ്ടോ? ഓക്കെ, നൗ സ്പീഷീസ് വൈസ് നമ്മൾ മൊണോഗേമസ് അല്ല. വി ആർ സ്പീഷീസ് പൊളിഗമസ് ആണെന്നാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ പൊളിഗമസ് എന്നാണ് സ്പീഷീസ് വൈസ്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സോഷ്യൽ മൊണോഗമിയാണ്. സൊസൈറ്റി പറയുന്നു നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ മതിയെന്ന്. സോ സോഷ്യൽ മൊണോഗമിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം സോഷ്യൽ മൊണോഗമി ആകുമ്പോഴും നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു പാർട്ട്ണർ മാത്രം എന്നുള്ളൊരു കാര്യത്തിൽ തുടരുമ്പോൾ അതിന് അതിൻ്റേതായ ഈ പറയുന്ന റിപ്പിറ്റേറ്റീവ്നെസ് വരുന്നിടത്ത് നമ്മുടെ ഹോർമോൺസ് ഒരു സ്റ്റാഗ്നേഷനിലെത്തും. ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ എക്സൈറ്റ്മെൻറ്റ് കിട്ടില്ല. തുടക്കത്തിൽ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് കിട്ടാതാകും. നമ്മുടെ ഫെർമോൺസൊക്കെ അത് യൂസ്ഡായി ഈ ഒരു പാറ്റേണിന്. നൗ പുതിയ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസസ് അല്ലെ ഡിഫറെൻ്റ് രീതിയിലുള്ള സെക്ഷുവൽ ഇൻ്റർകോഴ്സ്, സെക്ഷുവൽ എക്സ്പീരിയൻസസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ. ഇൻ എ വൺ വേർഡ് അതാണ്, യു ഹാവ് ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ്. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് സെയിം സ്പേസിൽ തന്നെ നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത്, സെക്ഷുവൽ എക്സ്പീരിയൻസ്, അത് റെപ്പിറ്റേഷൻ പെട്ടെന്ന്. സോ യു ക്യാൻ ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. ഒരു മേ ബി നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയണ പോലെ ഒരു ക്യാൻഡിൽ ലൈറ്റ്, അല്ലെങ്കിൽ ഒരു ഡിം ലൈറ്റ്, അല്ലെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ്. ഇപ്പം ഫസ്റ്റ് നൈറ്റിൽ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് ബെഡ് അലങ്കരിക്കാറുണ്ട്. വൈ ഡോണ്ട് യു ഡു ഇറ്റ് ഒക്കേഷണലി? അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്, ഒരു മേ ബി ട്രിപ്പിനൊക്കെ പോകുന്നത് ആ രീതിയിൽ സഹായകരമാകും.
പിന്നെ ആ ഒരു സ്പേസ് നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വീടുകളിലൊന്നും ബാത്ത് സ്വിമ്മിംഗ് പൂളോ ഒന്നും കാര്യമായിട്ടില്ല. ഈവൻ നമ്മുടെ പല വീടുകളിലും 6 ആൾക്കാരും ഒറ്റ ബാത്റൂമും അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷേ ഇഫ് യു ക്യാൻ ടേക്ക് എ ബാത്ത് ടുഗെദർ, ടേക്ക് എ ഷവർ ടുഗെദർ, വാക്ക് ഇൻ ദ റെയിൻ, ആ പല സാഹചര്യങ്ങൾ മാറ്റുക, ന്യൂ എക്സ്പ്ലോറേഷനിലൂടെ മാത്രമേ ആ എക്സൈറ്റ്മെൻറ്റ് നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ ഈ ഈ ഒരു കാര്യം പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് പറയുന്നത്. നമ്മളുടെ വീടുകളിൽ നോക്കിയാൽ മക്കളും മുറിക്കകത്തുണ്ടാവും. കുട്ടികളെ മാറ്റിക്കിടത്തുക എന്നുള്ളത് നമ്മളുടെ കൾച്ചറിൻ്റെ ഭാഗം ആയി വരുന്നതേ ഉള്ളൂ. ശരിക്കും 2-2.5 വയസ്സ് മുതൽ കുട്ടികളെ മാറ്റിക്കിടത്തണം. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, 15 വയസ്സുള്ള മക്കൾ കൂടെ കിടക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും 10 വയസ്സ് 15 വയസ്സ് അത് ഏത് ഇടയ്ക്കൊന്ന് വന്ന് നമ്മൾ നമ്മുടെ ബെഡിലേക്ക് വരികയേ വേണ്ട എന്നല്ല, ഇടയ്ക്ക് അങ്ങനെ ആകാം. പക്ഷെ കുട്ടികൾ മുതിർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് അവരുടേതായ സ്പേസസ് ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ സേഫ്റ്റി, അവരുടെ കൂടെ അവർ ഉറങ്ങുന്നത് വരെ കിടക്കാം. പക്ഷെ നമ്മളുടെ ഇടയിൽ അവരെ എന്നുള്ളത് അത് വേറെയും റിസ്ക് ഉണ്ട്. കുട്ടികൾ അല്ലെ ചെറിയ കുട്ടികൾ അവർ പ്രിപ്പയർഡ് ആവാതെ പേരൻസിൻ്റെ സെക്ഷൽ ഇൻ്റർകോഴ്സ് കാണുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതല്ല നമ്മളുടെ ടോപ്പിക്ക്. സോ നമ്മുടെ സെക്ഷൽ എക്സ്പീരിയൻസസിനെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാം. നമ്മുടെ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ ലവ് ഹോർമോണാണ്. ഡോപ്പമൈൻ ആ റിവാർഡ് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇതിന് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം. പ്ലസ് നമ്മുടെ ഫെറമോൺസ് ആ നമ്മുടെ ബോഡീനെ കിട്ടുന്ന നമ്മുടെ സ്മെൽ ആൻഡ് ടേസ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഫങ്ഷൻ ചെയ്യുന്ന ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലാണ് മൊണോട്ടണസ് ആവാണ്ട് മൊണോഗമി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. പണ്ടൊക്കെ എനിക്ക് അറിയില്ല, ഭൂരിഭാഗം ഫാമിലിയിൽ ഫാമിലിയായിട്ട് നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സിനിമയിൽ ഒരു ഇൻറ്റിമേറ്റ് സീൻ വന്നു, അല്ലെങ്കിൽ ഒരു സെക്ഷൽ സീൻ വന്നു, നമ്മളതൊന്നില്ലെങ്കിൽ ചാനൽ മാറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ അത് അടിച്ചു കളയും. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണോ? അത് കുട്ടികളത് കണ്ടതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതങ്ങനെ പെട്ടെന്ന് ഓടിച്ചു കളയേണ്ടതുണ്ടോ? സോ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരമായിട്ട് അതിനെ കാണാമല്ലോ. വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ആർ ദേ ഡൂയിങ് എന്നുള്ളത്. പല എന്താ പറയുക, കുട്ടികൾ എന്ന് പറയുമ്പം തീരെ അവർക്കൊന്നും അറിയാത്തവരല്ലല്ലോ. അവർക്ക് കണ്ണും കാതും ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇപ്പം അത് കാണിക്കാതെ ഇരിക്കുന്നത് പോസിബിൾ അല്ല. നിങ്ങൾ ഫിലിമിൽ കാണുന്നില്ലെങ്കിൽ കുട്ടിക്ക് സുഖമായിട്ട് ഒരു കമ്പ്യൂട്ടറിലോ ഫോണിലോ ടി വിയിലോ ഒക്കെ കാണാൻ പറ്റും. അഗെയിൻ നമ്മൾ മുമ്പേ പറഞ്ഞ റെസ്പോൺസിബിൾ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് സ്ക്രീൻ ആക്സസ് കുട്ടിക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. പല പേരൻസിനെയും ഞാൻ ഇപ്പോൾ കാണാറുണ്ട്, അവരുടെ ഫോൺ മാനേജ് ചെയ്യുന്നത് അവരുടെ മക്കളാണ്. അപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി കൂടുന്നതിനനുസരിച്ച്, ക്യൂരിയോസിറ്റി വരുന്ന 7 വയസ്സ് മുതൽ അല്ലെങ്കിൽ 8 വയസ്സ് മുതലുള്ള കുട്ടികളെ നോക്കിക്കോളും. അവർ ഇത്തരത്തിലുള്ള സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ലെവലിൽ ചെന്നെത്തും. അപ്പം നമ്മൾ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. റെസ്ട്രിക്ഷൻ അല്ല, അതിൽ ഹെൽത്തി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ബീങ് എ ഡോക്ടർ, ബീങ് എ സ്ത്രീ, പുരുഷന്മാരോടെ അവരുടെ സെക്ഷൽ ലൈഫിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മിത്തുകൾ മാറ്റി വെക്കേണ്ടതുണ്ടെന്നോ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു പുരുഷന്മാരോട് ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്താ കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? ഒന്ന്, ലേൺ ടു എൻറ്റൈസ് യുവർ പാർട്ട്ണർ, ലേൺ ടു മേക്ക് ലവ്, ലേൺ ടു ലവ് യുവർ സെൽഫ്, ലേൺ ടു മേക്ക് ലവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, നമ്മളുടെ പൊണോഗ്രഫി പോലുള്ള കാര്യങ്ങൾ ഉള്ളതല്ല. ഫീമെയിൽ ബോഡി ഡിഫറെൻ്റ് ആണ്, ഫീമെയിൽ നീഡ്സ് ഡിഫറെൻ്റ് ആണ്. ഒരു പോൺ മൂവി ഡയറക്ഷനൊക്കെ മോസ്റ്റ്ലി മെയിൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മെയിൽ ഫാൻറ്റസിക്ക് വേണ്ടിയുള്ളതാണ്. ഫീമെയിൽ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ചില പോൺ വെബ്സൈറ്റ്സ് ഉണ്ട്, വളരെ കുറവാണ്. ഐ ഫോർഗോട്ട്.
1-2 ഞാൻ ഓർക്കാണ്, ഞാൻ പറയാം. ഗഡാഫിക്ക് ഞാൻ പറഞ്ഞു തരാം. ഐ ഫോർഗോട്ട്. ഫീമെയിൽ ഡയറക്ടേഴ്സ് ചെയ്യുന്ന പോൺ സൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് വല്ലപ്പോഴെങ്കിലും കാണുക. ആൻഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫീമെയിൽ ബോഡി ആൻഡ് ഫീമെയിൽ സെക്ഷുവാലിറ്റി. ലേൺ ടു എൻറ്റൈസ്. ഓക്കെ, സെയിം കാര്യം. ഇപ്പോൾ ഈ കുട്ടികളെ വളർത്തുന്ന പാരൻസ് ഇല്ലേ, പാരൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു അഡ്വൈസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇത് അവർ റെസ്പോൺസിബിൾ പേരൻറ്റിങ് എന്നുള്ളത് തന്നെയാണ്. സെക്ഷുവാലിറ്റി അറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യമല്ല. നമ്മൾ ഈ മൂടി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികൾക്ക് അറിയേണ്ട രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ അവർക്കൊരു ഭാഷ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം ബോഡിയെക്കുറിച്ച് ഈ ബോഡി പാർട്ട്, ഓക്കെ, എൻ്റെ ബ്രസ്റ്റ് എന്ന് പറയാൻ തന്നെ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ വൾവ, എൻ്റെ വെജൈന, എൻ്റെ പെനിസ് എന്ന് പറയാൻ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, കുട്ടിക്കൊരു ലാംഗ്വേജ് ഉണ്ടാക്കി കൊടുക്കുക. അത് കുട്ടി ആ ഒരു കംഫർട്ട് ലെവല്, ബോഡിയെക്കുറിച്ചുള്ള കംഫർട്ട് ലെവല് വന്ന് പേരൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റുക. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാമേ. നമ്മുടെ സൊസൈറ്റി ഡെഫിനറ്റായിട്ടും മെയിൽ പ്രിഫേർഡ് സൊസൈറ്റിയാണ്. അതിൻ്റെ ഫീമെയിൽ പ്രിഫേർഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ മെയിൽ പ്രിഫേർഡ് ആണ്. മെയിൽ പ്രോമിനൻസ് ആൻഡ് മെയിൽ ഡോമിനൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സിസ്റ്റമാണ്. അപ്പം നമ്മുടെ സൊസൈറ്റിയുടെ ഡൂസ് ആൻഡ് ഡോൺസ് ഒരുപാട് സ്ത്രീകൾക്കെതിരെയാണ് ഡോൺസ് വരുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഈ സൊസൈറ്റിയുടെ ഡോൺസുമായിട്ട് ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കുന്നത് പെൺകുട്ടിയുടെ പേരൻസാണ്. സോ ദ പേരൻസ് റെപ്രസെൻറ്റ് ദ ഹോൾ സൊസൈറ്റി ആൻഡ് ദ ഡോൺസ് ഓഫ് ദ ഹോൾ സൊസൈറ്റി. അത് ബ്രേക്ക് ചെയ്യാൻ ഒരു പേരൻറ്റ് പഠിച്ചാൽ, you will have a fantastic relation with your daughters. And സൺസിനും അത് വേണം. ഇപ്പോൾ ഒരു മകനെ കരയാൻ അനുവദിക്കാത്ത പേരൻസ് ഉണ്ട്. ഒരു ആൺകുട്ടി കരയാൻ പാടില്ല, ആൺകുട്ടി വീക്ക് ആവാൻ പാടില്ല എന്ന് അതും വേണ്ട. സോ അതും സൊസൈറ്റി പറയുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. സോ പേരൻറ്റ് എപ്പോഴും സൊസൈറ്റിയുടെ തന്നെ വക്താക്കളായി നിൽക്കണം എന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങളത് നോക്കിയിട്ട് അത് ആ കുട്ടിക്ക് നല്ലതാണെങ്കിൽ നിങ്ങളത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളൂ. പക്ഷെ അങ്ങനെ മാത്രമാകുന്നത് നിർബന്ധമില്ല. കാരണം കുട്ടികൾ വളർന്നു വരുമ്പം അവർ ചുറ്റും നോക്കുമ്പം ഇത് മാത്രമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. അവർ കേൾക്കുന്ന ഈ ഡോണ്ട് അത് അത്ര ശരിയല്ലല്ലോ എന്ന് തോന്നും. ഇപ്പം നീ ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, അവർ നോക്കുമ്പം അവരുടെ മേ ബി സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് പാടില്ല എന്ന്? ആൻഡ് പേരൻസ് ആണ് അവിടെ ഇതെല്ലാം പറഞ്ഞു നിൽക്കുന്നത്. സോ നമ്മൾ നോക്കിയറിയാം, ഒരു അഡോളസെൻറ്റ് ടൈമിൽ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് പേരൻറ്റിൻ്റെ അടുത്താണ്. ആൻഡ് പ്രത്യേകിച്ച് അമ്മമാരുടെ അടുത്തായിരിക്കും. സോ അത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. എന്നാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വാളിറ്റി ടൈം ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഈ 1 മണിക്കൂർ സമയം കൊണ്ട് കുറേ പേരിലേക്കെങ്കിലും കുറേ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് വി ക്യാൻ മീറ്റ് അഗെയിൻ ഫോർ എ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗഡാഫി.